राधा माधवा जय कुंज बिहारी जय गोपी जन वल्लभा जयो गिरिवरधारी जय गिरिवरधारी जय यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनतीरा चारि जय राधा माधव कुंज बिहार जय राधा माधव जय कुंज बिहारी हरे कृष्णा 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 हरे 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 राम 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 हरे हरे ഹരേഷ് മാതാജി ദണ്ഡോത്രണം. കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗ്രേസ് പൂർണ്ണനന്ദിനി മാതാജിയെ 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് വെൽക്കം ചെയ്യാം. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ 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 രാമ ഹരേ രാമ ഹരേ രാമ ഹരേ 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 രാമ ഹരേ 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 രാമ രാമ ഹരേ ഹരേ രാമ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ. ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരോൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാൻവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീവിശാഖാന്വിതാംശ്ച പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശാക്തീകം. ഹേ കൃഷ്ണ കരുണ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിൻ ഇതി നാമിനെ. നമോ ഓമാചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാധാമദായ നഗരഗ്രാമധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. മൂകം കരോതി വാചാലം ഭംഗും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നീലാചല നിവാസായ നിത്യായ പരമാത്മനെ ശ്രീബലഭദ്ര സുഭദ്രാഭ്യാം ജഗന്നാഥായ തേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ.
നമ്മളെ പലതരത്തിലുള്ള ആഹാര രീതികൾ അതേ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി 8ാമത്തെ ശ്ലോകം. അപ്പം നമ്മളുടെ ഉള്ളില് ഏത് ഗുണങ്ങളാണോ ഉള്ളത് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഭക്ഷണത്തിൽ നമുക്ക് താല്പര്യം വരിക. അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ആയുർസത്വബലാരോഗ്യ സുഖ പ്രീതി വിവർധനാഹ രസ്യ സ്നിഗ്ധ സ്ഥിര ഹൃദ്യ ആഹാര സാത്വിക പ്രിയ. ഇതില് ഈ ശ്ലോകത്തില് സാത്വികമായിട്ടുള്ള ഭക്ഷണം അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആയുർ സത്വ ബലാരോഗ്യ സുഖപ്രീതി വിവർധനാഹ, അതായത് നമ്മളുടെ ആയുസ്, അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തി, പിന്നെ അഭിരുചി, സുഖം, ഇതിനെയൊക്കെ വർദ്ധിപ്പിക്കുന്ന ആ ഭക്ഷണമാണ് സാത്വികമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത്. അതായത് അരി, പാലുൽപ്പന്നങ്ങള്, തൈര്, ഇതൊക്കെ, പിന്നെ മധുര പദാർത്ഥങ്ങള്, ഇതൊക്കെ എന്നുവെച്ചാൽ അമിതമായിട്ടുള്ള മധുരമല്ല, ആവശ്യത്തിന്. ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരെല്ലാം സാത്വിക ഗുണം മുന്നിട്ട് നിൽക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ സ്നിഗ്ധ സ്ഥിര ഹൃദ്യമായിട്ടുള്ള രുചി ഉള്ള ആഹാര പദാർത്ഥങ്ങള്, സ്നിഗ്ധം എന്ന് പറഞ്ഞാൽ നെയ്യ് ചേർന്ന ഭക്ഷണ പദാർത്ഥങ്ങള്, അതുപോലെ തന്നെ ലേഹ്യം, ഘൃതം എന്ന് വെച്ചാൽ രസായനങ്ങൾ, ഇതൊക്കെ സാത്വികരായിട്ടുള്ള ആൾക്കാരെ ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടും. അപ്പം ഈ സാത്വികമായിട്ടുള്ള ആഹാരം നമ്മളുടെ എന്ന് പറഞ്ഞാല് നമ്മളുടെ മനസ്സിനെ ഹൃദയത്തിനും ദോഷം വരാത്ത രീതിയിലുള്ള ആഹാര പദാർത്ഥങ്ങളാണ് സാത്വികമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത്. ദീർഘായുസ്സും നിലനിൽപ്പിനെ തന്നെ ശുദ്ധീകരിക്കുന്നതും ബലം നൽകുന്നതും ആരോഗ്യത്തെയും സന്തുഷ്ടിയെയും സംതൃപ്തിയെയും വളർത്തുന്നതും രസവത്വം, പ്രീതികരവും സ്നിഗ്ധവും ആസ്വാദ്യവുമായിട്ടുള്ള ആഹാരമായിരിക്കും സാത്വിക സ്വഭാവികൾക്ക് ഇഷ്ടം. അപ്പം സാത്വികമായിട്ടുള്ള ഭക്ഷണം എന്ന് വെച്ചാൽ നമ്മുടെ ജ്ഞാനത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. അങ്ങനെ നമുക്ക് ആത്മീയ താല്പര്യം ഉണ്ടാവും. അങ്ങനെ ആത്മീയ സാക്ഷാത്കാരത്തിൽ എത്തിച്ചേരാൻ നമ്മളെ സഹായിക്കുന്നു. അപ്പൊ നമ്മള് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ മുതൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ശ്രീല പ്രഭുപാദർ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ കീർത്തനങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ ചാറ്റിംഗ് ചെയ്യുക, ലെക്ചറുകൾ കേൾക്കുക, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് ഭക്ഷണം പാകം ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ അവബോധവും ശുദ്ധമായിരിക്കും. നമ്മളുടെ ശ്രദ്ധ ആ കീർത്തനത്തിൽ അല്ലെങ്കിൽ ലെക്ചറിലൊക്കെ ആയിരിക്കും. അങ്ങനെ കുക്ക് ചെയ്യുന്ന ആഹാര സാധനങ്ങൾക്ക് രുചി കൂടും. അത് സാത്വികമായിട്ടുള്ള ആഹാരമാണ്. അപ്പൊ സാത്വികമായിട്ടുള്ള ഭക്ഷണം അത് നമ്മൾ ഭഗവാൻ ഓഫർ ചെയ്തിട്ട് കൊടുക്കുമ്പോൾ, പ്രസാദമാക്കി കൊടുക്കുമ്പോൾ, അത് ഭക്ഷിക്കുന്നവരിലും അവരുടെ ബുദ്ധിക്ക് അവബോധത്തിനൊക്കെ മാറ്റം വരുത്താനും നമുക്ക് സാധിക്കുന്നു. പിന്നീട് പറയുന്നത് നമ്മളുടെ മനസ്സിന്റെ മനോവൃത്തിയെ നമ്മൾ ഭക്ഷണം സ്വാധീനിക്കുന്നുണ്ട്. നമുക്കറിയാം യമുനാചാര്യരെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. കഥ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് മുൻപ് ക്ലാസ്സുകളില്. യമുനാചാര്യര് തന്റെ ഗുരുവിനെ അധിക്ഷേപിക്കാൻ വന്ന ആൾക്കാരുടെ മുൻപില് തന്റെ ഗുരുവിന്റെ ആ മഹത്വം ഉയർത്തിക്കാട്ടി വാഗ്വാദത്തിൽ ഏർപ്പെട്ട യമുനാചാര്യർ വിജയിക്കുകയും അങ്ങനെ തന്റെ ഗുരുവിന്റെ ആ മഹത്വം ഉയർത്തിക്കാട്ടുകയും ചെയ്തു. അങ്ങനെ തനിക്ക് പകുതി രാജ്യം, പാണ്ഡ്യ രാജാവിൽ നിന്നും പകുതി രാജ്യം തനിക്ക് കിട്ടി. അപ്പൊ പിന്നീട് യമുനാചാര്യരുടെ ശ്രദ്ധ മുഴുവൻ ആ രാജ്യ കാര്യങ്ങളിലായിരുന്നു, ആ രാജകീയമായിട്ട് ഐശ്വര്യങ്ങളെ ഭുജിക്കുന്നതിലായിരുന്നു. അങ്ങനെ കുട്ടിക്കാലത്ത് ഭക്തി പരിശീലിച്ചിരുന്നെങ്കിലും അതെല്ലാം വിട്ടിട്ടിപ്പം ഭൗതിക കാര്യങ്ങളിലെ രാജകീയ സുഖങ്ങളിൽ മുഴുകി ജീവിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മുത്തച്ഛനായ നാഥമുനിയുടെ മരണസമയത്ത് യമുനാചാര്യരെ പറ്റി ഓർമ്മിച്ചു. എത്ര നല്ല ഭക്തനായിരുന്നു ആ കുട്ടി, ഇപ്പോൾ ഇതെല്ലാം വിട്ടിട്ട് ഭൗതികതയിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പൊ തന്റെ മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, തന്റെ മന്ത്രി എന്ന് വെച്ചാൽ പ്രധാന ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, എങ്ങനെയെങ്കിലും തന്റെ പേരക്കുട്ടിയെ യമുനയെ തിരിച്ചു കൊണ്ടുവരണം ഭക്തി മാർഗത്തിലേക്ക്. അത് നീ വിചാരിച്ചാൽ നടക്കും, അത് നിന്നെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് നാഥമുനി ഈ ഭൗതിക ശരീരം ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പം പിന്നെ രാംമിശ്ര ആണ് ആ ശിഷ്യൻ. രാംമിശ്ര കൊട്ടാരത്തിലേക്ക് വന്നു. അപ്പൊ പെട്ടെന്ന് കയറി ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇതെല്ലാം വിട്ടിട്ട് ഭക്തിയിലേക്ക് വരില്ല. അപ്പൊ രാംമിശ്ര എന്താ ചെയ്തത്? തമിഴ്നാട്ടിൽ കിട്ടുന്ന ഒരുതരം ചീര, അത് സാത്വികമായിട്ടുള്ള ഒരു ചീര പൊതുവെ സാത്വിക ഗുണമുള്ളതാണ്. പ്രത്യേകിച്ചും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ചീര, അത് ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്നതാണ്, സാത്വികമായിട്ടുള്ള ബുദ്ധിയെ ഉണർത്തുന്നതാണ്. ആ ചീര കൊണ്ടുവന്ന് കൊട്ടാരത്തിന്റെ അടുക്കളയില് ആ പാചകം ചെയ്യുന്ന ആളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ ചീര കൊണ്ട്
നല്ല വിഭവം ഉണ്ടാക്കി രാജാവിന് കൊടുക്കണം. അങ്ങനെ കുറേ ദിവസം പതിവായിട്ട് മുടങ്ങാതെ ഈ ചീര കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പൊ രാജാവിന് ഇത് വളരെ ഇഷ്ടമായി. രാജാവ് അത് വളരെ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും. അപ്പൊ രാജാവ് മന്ത്രിയോട് ചോദിച്ചത് ആരാണ് ഇത് എവിടുന്ന് കിട്ടിയത്? അപ്പൊ പറഞ്ഞു, ഗ്രാമത്തിൽ ഒരാൾ കൊണ്ടു തരുന്നതാണ്, പതിവായിട്ട് കൊണ്ടുവരും. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഈ രാമമിശ്ര വന്നില്ല, കുറെ ദിവസത്തേക്ക് വന്നില്ല. അപ്പൊ രാജാവ് അന്വേഷിച്ചു, ഇന്ന വിഭവം എന്താ ഇല്ലാത്തത്? അപ്പൊ അവര് പറഞ്ഞു, ഇന്ന വ്യക്തി കൊണ്ടുവന്നില്ല ചീര. അപ്പൊ കുറെ ദിവസമായിട്ട് വരാതിരുന്നിട്ട് പിന്നീട് ഒരു ദിവസം രാമമിശ്ര ഈ ചീരയുമായിട്ട് വന്നു. അപ്പൊ പാചകക്കാരന് രാജാവിന്റെ അടുക്കൽ, അതായത് യമുനയുടെ അടുക്കല് കൂട്ടിക്കൊണ്ടുവന്നു രാമമിശ്രയെ. രാമമിശ്ര ഇങ്ങനെ ഒരു അവസരം ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോള് ചോദിച്ചു, നിങ്ങൾ ആരാണ്, എവിടെ നിന്നാണ് വരുന്നത്? അപ്പം രാമമിശ്ര പറഞ്ഞു, എന്നെ ഓർമ്മയില്ലേ, അങ്ങയുടെ മുത്തച്ഛന്റെ ശിഷ്യനാണ് ഞാൻ. അങ്ങയുടെ മുത്തച്ഛൻ മരണപ്പെട്ടു. മരണസമയത്ത് അങ്ങയെ കുറിച്ച് സ്മരിച്ചിരുന്നു. അപ്പൊ ആ മുത്തച്ഛൻ അങ്ങേക്കായിട്ടൊരു നിധി വെച്ചിട്ടുണ്ട്. ആ നിധി എടുക്കണമെങ്കിൽ അങ്ങ് വരണം. അപ്പൊ പറഞ്ഞു, അതിനെന്താ, എന്റെ ആൾക്കാരെ വിടാം. പറഞ്ഞ, എന്റെ സേനാനികളെ ഒന്നും വിടണ്ട, അങ്ങ് നേരിട്ട് വന്നെങ്കിൽ ആ നിധി കൊടുക്കാവുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങ് ഇപ്പോൾ തന്നെ എന്റെ കൂടെ വരണം. അപ്പൊ ശരി എന്ന് പറഞ്ഞിട്ട് യമുനാചാര്യരെയും കൂട്ടി ട്രിച്ചിയിലേക്ക്, അതായത് ശ്രീരംഗത്തേക്ക് തിരിച്ചു. അപ്പം നടന്നാണ് വരുന്നത്. നടന്നു വരുമ്പോൾ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ 12-ാം അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകമായപ്പോഴേക്കും അവര് ശ്രീരംഗം അടുക്കാറായി. അപ്പം ഇങ്ങനെ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ ചൊല്ലി അത് വിശദീകരിച്ച് അത് കേട്ട് യമുനയ്ക്ക് ആ കുട്ടിക്കാലം ഓർമ്മ വന്നു. താൻ എന്ത് വിഡ്ഢിത്തമാണ് കാണിച്ചത്? ആ ഭക്തിയെല്ലാം വിട്ടിട്ട് രാജകീയ സുഖങ്ങളിൽ മുഴുകി എന്റെ കാലം കഴിച്ചുകൂട്ടി. അപ്പൊ ഇത്രയും നാള് ഞാൻ എന്റെ ജീവിതം പാഴാക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം തീരുമാനിച്ചു, ഇതെല്ലാം വിട്ടിട്ട് ഞാൻ ഭക്തിമാർഗത്തിലേക്ക് തിരിച്ച് വരികയാണ്. അങ്ങനെ ശ്രീരംഗത്തെത്തി ശ്രീരംഗം ക്ഷേത്രത്തില് വന്നു ദർശനമെടുത്തു. അപ്പോൾ ഈ രാമമിശ്ര പറഞ്ഞു, ഇതാണ് അങ്ങയുടെ മുത്തച്ഛൻ അങ്ങേക്കായിട്ട് കരുതി വെച്ചിരുന്ന നിധി. രംഗനാഥനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ആ രംഗനാഥന് കാവൽ നിൽക്കുന്നത് സർപ്പങ്ങളാണ്. അപ്പൊ ആ നിധിക്ക് കാവൽ നിൽക്കുന്നത് സർപ്പങ്ങളാണോ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ, മുത്തച്ഛൻ അങ്ങേക്കായിട്ട് കരുതി വെച്ച നിധി എന്താണ്? അങ്ങ് കുട്ടിക്കാലത്ത് പരിശീലിച്ചതൊക്കെ മറന്നുപോയി. അതിലെ മുത്തച്ഛന് വളരെയധികം ദുഃഖമുണ്ടായിരുന്നു. അങ്ങേ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന ആഗ്രഹത്തിലാണ് എന്നെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. അപ്പൊ ഇത് കേട്ടിട്ട് യമുനാചാര്യര് വളരെയധികം സങ്കടപ്പെട്ടു. ഉടൻ തന്നെ തന്റെ രാജ്യത്തിന്റെ പകുതി രംഗനാഥന് സമർപ്പിക്കുകയും പകുതി തന്റെ കുടുംബത്തിലുള്ളവർക്കും രാജ്യത്തിന് ഉള്ള ആ ജനങ്ങൾക്കും വേണ്ടി അത് വിനിയോഗിക്കാനായിട്ട് അദ്ദേഹം എഴുതി വെക്കുകയും ചെയ്തു. പിന്നീട് ഉള്ള കാലം, ശേഷിച്ച കാലം മുഴുവൻ ശ്രീരംഗത്ത് വസിച്ചുകൊണ്ട് ഒരു വലിയ ആധ്യാത്മിക ആചാര്യനായിട്ട് മാറി. അപ്പൊ സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആത്മീയമായിട്ടുള്ള ബുദ്ധി കൈവരിക്കാനും അങ്ങനെ ആത്മീയമായിട്ട് ഉയർച്ച നേടി ആത്മസാക്ഷാത്കാരത്തിൽ എത്തിച്ചേരാനും നമുക്ക് സാധിക്കുന്നു. അപ്പൊ നമ്മളുടെ സ്വഭാവ രൂപീകരണത്തില്, നമ്മളുടെ മനസ്സിന്റെ പ്രവർത്തനങ്ങളില് ഒക്കെ ഈ സാത്വികമായിട്ടുള്ള ഭക്ഷണത്തിന് മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് അരി, പച്ചക്കറികള്, പാലുൽപ്പന്നങ്ങള്, പഴവർഗ്ഗങ്ങള് ഇതൊക്കെ നമ്മൾ ഭക്ഷിക്കുകയാണെങ്കിൽ നമ്മളുടെ ബുദ്ധി സാത്വികമാകും, സാത്വികമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകും. അങ്ങനെ നമുക്ക് ആധ്യാത്മിക പാതയിൽ മുന്നോട്ട് പോകാന് നമുക്ക് സാധിക്കും. ഇനി അടുത്ത ശ്ലോകം. കട്ടു അമ്ല ലവണാത്യുഷ്ണ തീക്ഷ്ണരൂക്ഷവിദാഹിന ആഹാര രാജസ്യേഷ്ട ദുഃഖശോകാമയപ്രദാഹ. കട്ടു അമ്ല ലവണ അത്യുഷ്ണ തീക്ഷ്ണ രൂക്ഷവിദാഹിന, അതായത് അധികം കയ്പ്, എരിവ്, പുളി, ഉപ്പ്, ചൂട്, തീക്ഷ്ണത, രൂക്ഷത, ദാഹകാരിത്വം എന്നിവയോട് കൂടിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാൻ പാടില്ല. ഇതൊക്കെ എന്താണ്? രാജസമായിട്ടുള്ള ഭക്ഷണ രീതികളാണ്. അത് നമുക്ക് ദുഃഖത്തെയാണ് തരിക. ദുഃഖശോകമയപ്രദ, അതായത് ദുഃഖം, ശോകം, രോഗം ഇവ ഉണ്ടാക്കും. ആഹാരങ്ങള് രാജസ പ്രകൃതി, ഈ പറഞ്ഞ ആഹാരങ്ങളൊക്കെ രാജസ സ്വഭാവം ഉള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ വർജിക്കണം. നമ്മൾ പ്രസാദം ഉണ്ടാക്കുമ്പോൾ അധികം എരിവ് പാടില്ല, അധികം പുളി പാടില്ല, അതുപോലെ അധികം ഉപ്പ് പാടില്ല, മധുരവും അധികമാകാനേ പാടില്ല. അപ്പൊ ഇതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അതുപോലെ കുരുമുളക്, വേപ്പില ഇതൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കാന് പാടില്ല. അപ്പൊ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക്
പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ നാവിന് തൊണ്ടയ്ക്കൊക്കെ വരൾച്ച ഉണ്ടാക്കും. യാതയാമം ഗതരസം ഭൂതി പര്യുഷിതം ചെയ്യാൻ ഉച്ഛിഷ്ടമപി ചാമേധ്യം ഭോജനം താമസപ്രിയം. ഇനി തമോ ഗുണത്തിലുള്ള ആഹാര രീതികളാണ്. അതായത് പാകം ചെയ്തിട്ട് 3 മണിക്കൂറിന് ശേഷമുള്ളത്, അതായത് 3 മണിക്കൂറിന് കഴിഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതേസമയം പ്രസാദത്തിന് ഇത് ബാധകമല്ല താനും. അതുപോലെ സ്വാദ് നശിച്ചതും, അതായത് രുചിയില്ലാത്തത്, ദുർഗന്ധമുള്ളത്, വളിച്ചത്, കേടുവന്ന ഭക്ഷണങ്ങള്, അമേധ്യം എന്ന് വെച്ചാല് അസ്പർശം ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇതൊക്കെ തമോ ഗുണത്തിലുള്ള ഭക്ഷണ രീതികളാണ്. ഇതൊക്കെ നമ്മൾ പാടെ വർജിക്കണം. അപ്പം നോൺ വെജ്, ഇപ്പൊ എല്ലാവർക്കും നോൺ വെജിനോടാണ് താല്പര്യം. ദുർഗന്ധമുള്ള ഭക്ഷണങ്ങള് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ നോൺ വെജ് ഐറ്റംസ് ഒന്നും ഉപയോഗിക്കാനേ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇതൊക്കെയാണ് നമ്മളുടെ അവബോധത്തെ ബാധിക്കുന്നത്. അപ്പം ഇന്ന് സമൂഹത്തിലെ ക്രിമിനലുകൾ ധാരാളം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കുറ്റവാളികൾ ധാരാളം ഉണ്ടാകുന്നത് ഇമാതിരി ഭക്ഷണങ്ങൾ കഴിച്ചിട്ടാണ്. അപ്പൊ അവരുടെ ബുദ്ധി എന്താണ്? മൃഗങ്ങളുടെ ബുദ്ധിയാകുക ചെയ്യുക, ബുദ്ധി നശിച്ചു പോവുക ചെയ്യുക. എന്ത് ചെയ്യാനും ഒരു മടിയില്ലാത്ത ഒരു തലമുറ ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ്. ഈ നോൺ വെജ് ആണ്, അതുപോലെ തന്നെ മയക്കുമരുന്ന്, ഡ്രഗ്സ്, ഇതൊക്കെയാണ് സമൂഹത്തിനെ നശിപ്പിക്കുന്നത്. ഇതൊക്കെ തമോ ഗുണമാണ്, തമോ ഗുണ രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാല് മനുഷ്യന് നല്ലതും ചീത്തയും, അതായത് വിവേചന ബുദ്ധി നശിക്കുകയാണ് ചെയ്യുക. പിന്നീട് അവരെന്താണ് പറയുക, എന്താണ് പ്രവർത്തിക്കുക എന്ന് നമുക്കറിയില്ല. അങ്ങനെ അവരെ അധപ്പതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭക്ഷണത്തിൽ ഇത്രയധികം ശ്രദ്ധിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദര് നമുക്ക് ഭഗവാന്റെ പ്രസാദം മാത്രമേ ഭക്ഷിക്കാവുള്ളൂ എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നത്. ഭഗവത് പ്രസാദം ഭക്ഷിച്ചു കഴിഞ്ഞാൽ എത്ര ദുഷ്ടബുദ്ധി ഉള്ളവരായാലും ആ സാത്വികതയിലേക്ക് എത്തിച്ചേരാന് തീർച്ചയായിട്ടും സാധിക്കും. നമ്മളുടെ ആ അവബോധത്തെ ശുദ്ധമാക്കാനും ആ പ്രസാദം നമ്മൾ ആർക്കൊക്കെ കൊടുക്കുന്ന അവരുടെയൊക്കെ അവബോധം ശുദ്ധമായിട്ട് സാത്വിക തലത്തിൽ എത്തിച്ചേരും തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഹരേകൃഷ്ണ പ്രസ്ഥാനത്തില് ഈ പ്രസാദത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ആയുസ്സും മനഃശുദ്ധിയും കായബലവും വർദ്ധിപ്പിക്കലാണ് ആഹാരത്തിന്റെ ഉദ്ദേശം. പണ്ട് തന്നെ പാലും അതിന്റെ ഉപോൽപ്പന്നങ്ങളും, അരി, ശർക്കര, ഗോതമ്പ്, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയെ ദീർഘായുസ്സിനും ആരോഗ്യത്തിനും ഏറ്റവും അധികം ഉതകുന്ന ഭക്ഷ്യങ്ങൾ എന്ന നിലയിൽ അഭിജ്ഞന്മാർ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ സാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം നമ്മൾ ഉപയോഗിക്കാൻ. അതുപോലെ വേവിച്ച ചോളം, ശർക്കര ഇവ ചേർത്ത് നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ സ്വാദിഷ്ടമാക്കാനും സാധിക്കും. അപ്പോൾ അത് സാത്വികമായിട്ടുള്ള ആഹാരങ്ങളായിട്ട് മാറുന്നു. ഇതൊക്കെ ശുദ്ധമായിട്ടുള്ള ആഹാരങ്ങളാണ്. മാംസം, മദ്യം തുടങ്ങിയവ അസ്പർശ്യങ്ങളായ ഭക്ഷണങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തങ്ങളാണ്. ഈ സാത്വിക ആഹാരങ്ങൾ സ്നിഗ്ധങ്ങളാണ് എന്ന്, അതായത് ഇതില് ആവശ്യത്തിന് കൊഴുപ്പ് ചേർന്നിട്ടുണ്ട്. അതായത് പാലാണെങ്കിൽ അതില് വെണ്ണയുണ്ട് ഇല്ലേ, അത് നമുക്ക് നെയ്യായിട്ട് എടുത്തിട്ട് നെയ്യ് ചേർത്ത് നമുക്ക് രുചികരമായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. അതുപോലെ തന്നെ അതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് മൃഗങ്ങളെ വധിച്ചിട്ട് മൃഗക്കൊഴുപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ ശ്രീല പ്രഭുപാദര് പറയുന്നത്. ഈ മൃഗങ്ങളെ ഹിംസിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ഉള്ളിലെ ക്രൂര സ്വഭാവം ഉള്ളത് കൊണ്ടാണ് അവയെ വധിക്കാനുള്ള പ്രേരണ നമ്മളില് ഉണ്ടാകുന്നത്. അപ്പൊ ശരിയായിട്ടുള്ള രീതി എന്ന് പറഞ്ഞാല് പാലിൽ നിന്ന് ആ കൊഴുപ്പെടുക്കുക, വെണ്ണ ഉണ്ടാക്കി ആ വെണ്ണ നെയ്യാക്കിയിട്ട് നെയ്യ് ചേർത്തിട്ട് ആഹാര പദാർത്ഥങ്ങളെ ഉണ്ടാക്കുക. അതുപോലെ തന്നെ പയറ്, പരിപ്പ്, തവിട് പോകാത്ത ഗോതമ്പ് ഇവയൊക്കെ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീന്, കാൽസ്യം ഇതെല്ലാം തരുന്നതാണ്. അതുപോലെ കയ്പുള്ളതും ഉപ്പുരസവും എരിവും ചൂടും കൂടുതലുള്ളതും ആയ ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെ രാജസ സ്വഭാവമുള്ളവയാണ്. ഇവ കഴിച്ചു കഴിഞ്ഞാല് ആമാശയത്തിലുള്ള ശ്ലേഷ്മത്തെ, ആ കൊഴുപ്പിനെ വരട്ടി പലതരത്തിലുള്ള രോഗങ്ങള് ഉണ്ടാക്കാൻ അത് കാരണമായി തീരുന്നു. അതുപോലെ ചിലർക്ക് പഴകിയ ഭക്ഷണങ്ങൾ, അല്ലാതെ അത് തലേ ദിവസം ബാക്കി വരുന്ന ചോറൊക്കെ പണ്ടുകാലം മുതൽക്കേ പതിവുള്ളതാണ്. ചോറൊക്കെ ബാക്കി വന്നാൽ അത് വെള്ളം ഒഴിച്ചു വെച്ചിട്ട് അടുത്ത ദിവസം പഴഞ്ചോറാക്കി അതിന് വളരെയധികം പോഷക ഗുണമുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കഴിക്കും എല്ലാവരും. അത് തമോ ഗുണമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഈ പഴഞ്ചോറ് എന്ന് പറയുന്നത്. പാകം ചെയ്ത് 3 മണിക്കൂർ കഴിഞ്ഞാൽ ഭക്ഷണം പഴകിയതാണെന്ന് കണക്കാക്കാം. പക്ഷെ ഭഗവാന്റെ പ്രസാദത്തിന്റെ കാര്യത്തിൽ ഇത് ബാധകമല്ല.
ആഹാരം പഴകി കഴിഞ്ഞാൽ കേടുവരുമ്പോൾ അതിന് ദുർഗന്ധമാണ് ഉണ്ടാകുക, പിന്നീട് അത് ഉപയോഗിക്കാനേ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്നത് തമോ ഗുണികളാണ്. തമോ ഗുണികൾക്കാണ് ഇങ്ങനെ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കാന് വാസന ഉണ്ടാവുക. ഭഗവാന് നിവേദിച്ചത് ഒരു മഹാത്മാവിന്റെ വിശേഷിച്ച് ആധ്യാത്മിക ആചാര്യന്റെ ഭക്ഷണത്തിനായി തയ്യാറാക്കിയതുമായ ആഹാരത്തിൽ അവര് ഭക്ഷിച്ചതിന്റെ ഇപ്പൊ ഭഗവാന്റെ ഉച്ഛിഷ്ടമാണ് നമ്മൾ പ്രസാദമാക്കി കഴിക്കുന്നത്. അതുപോലെ നമ്മളുടെ ആധ്യാത്മിക ആചാര്യന്മാര് ഭക്ഷിച്ചതിന്റെ ബാക്കി അവരുടെ ഉച്ഛിഷ്ടം കഴിക്കുന്നത് വളരെയധികം പുണ്യമാണ്. പക്ഷെ നമുക്കാർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. എപ്പോഴും ഗുരു മഹാരാജിന്റെ ഒക്കെ കൂടെ ഇരിക്കുന്നവർക്കാണ് അതിനുള്ള ഭാഗ്യം കിട്ടുക. അപ്പം ഉച്ഛിഷ്ടം, അതായത് മനുഷ്യരുടെ ഉച്ഛിഷ്ടം നമ്മൾ എത്ര നമുക്ക് പ്രിയപ്പെട്ടവരായാലും നമ്മളുടെ മക്കളുടേതോ പേരക്കുട്ടികളുടെയോ ഭർത്താവിന്റെയോ ഭാര്യയുടെയോ ഒക്കെ ഉച്ഛിഷ്ടങ്ങൾ കഴിക്കാനേ പാടില്ല. അത് തമോ ഗുണത്തിലുള്ള ആഹാര രീതിയാണ്. അത് രോഗമുണ്ടാകാന് കാരണമാകുന്നു. അപ്പം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങള് താമസ സ്വഭാവികൾക്ക് വളരെ ഹൃദയങ്ങളായി തോന്നാമെങ്കിലും സാത്വികരായിട്ടുള്ളവരൊരിക്കലും മനുഷ്യരുടെ ഉച്ഛിഷ്ടം ഭക്ഷിക്കാനേ ഇഷ്ടപ്പെടില്ല. അവയെ തൊടാൻ പോലും സാത്വിക പ്രകൃതിയുള്ളവർ മടിക്കും. ഭഗവാനെ ഭക്തിപൂർവ്വം നിവേദിച്ചതിന്റെ ഉച്ഛിഷ്ടമാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത്. അതാണ് ഉത്തമമായിട്ടുള്ള ആഹാരം, അതായത് ഭഗവത് പ്രസാദം. ഭക്തിപൂർവ്വം നൽകുന്ന ധാന്യവും പച്ചക്കറികളും പാലുമെല്ലാം താൻ സ്വീകരിക്കുമെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. നമ്മൾ 9-ാം അധ്യായത്തിൽ കണ്ടതാണ്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രയശ്ചതി. ഒന്നും കൊടുക്കാനില്ലെങ്കിൽ ഒരു ഗ്ലാസ്സില് തുളസിയിലയിട്ട് വെള്ളം വെച്ചു കൊടുത്താൽ ഭഗവാൻ സംതൃപ്തനാകും. അപ്പം ഭഗവാന്റെ പ്രസാദം തയ്യാറാക്കുന്നതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ശാസ്ത്രപ്രോക്തമായ വിധത്തിൽ തയ്യാറാക്കിയതും ഭഗവാനെ നിവേദിച്ചതുമായിട്ടുള്ള ഏത് ഭക്ഷണവും തികച്ചും ആധ്യാത്മികമായതുകൊണ്ട് അത് നമുക്ക് വളരെ നാള് വെച്ചിരുന്നിട്ടും ഭഗവാന്റെ പ്രസാദം ഉപയോഗിക്കാം. അതില് നമുക്ക് ഒരു കുഴപ്പവുമില്ല. അതുകൊണ്ട് ആഹാരത്തെ രോഗാണുരഹിതവും സംശുദ്ധവും എല്ലാവർക്കും ആസ്വാദ്യകരവുമാക്കാൻ വേണ്ടി ഭഗവാനെ നിവേദിച്ചിട്ട് വേണം നമ്മൾ മറ്റുള്ളവർക്ക് പ്രസാദമായി അത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പൊ നമ്മള് ആഹാരത്തെ കുറിച്ച് മനസ്സിലാക്കി. ഇനിയും പറയുന്നത് യജ്ഞങ്ങളെ കുറിച്ചിട്ടാണ്. യജ്ഞങ്ങളും ഉണ്ട് 3 തരത്തില്. അഫലാകാംക്ഷിഭിർ യജ്ഞോ വിധിദിഷ്ടോയ ഇജ്യതേ യഷ്ടവ്യമേവേദി മനഃ സമാധായ സാത്വികം. അപ്പൊ സാത്വികമായിട്ടുള്ള യജ്ഞത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. സാത്വികമായിട്ടുള്ള യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തുകൊണ്ട് ചെയ്യുന്ന യജ്ഞങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള യജ്ഞത്തില് നമ്മൾ കർമ്മഫലം ആഗ്രഹിക്കില്ല. കർമ്മഫലം ആഗ്രഹിക്കാണ്ട് ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ് സാത്വികമായിട്ടുള്ള യജ്ഞം എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മളുടെ കർത്തവ്യമാണ്. ഇങ്ങനെയുള്ള യജ്ഞം അനുഷ്ഠിക്കേണ്ടത് നമ്മളുടെ കടമയാണ് എന്ന് മനസ്സിലാക്കി ചെയ്യുന്നതാണ് സാത്വികമായിട്ടുള്ള യജ്ഞം. ഈ കലിയുഗത്തില് നമുക്ക് യജ്ഞങ്ങളൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ അതിന് പകരമാണ് നമുക്ക് ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്ക് സങ്കീർത്തന യജ്ഞം, അതായത് ജപയജ്ഞം നമുക്ക് തന്നിരിക്കുന്നത്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള യജ്ഞം ഈ കലിയുഗത്തില്. അപ്പൊ നമ്മൾ തിരുനാമം ജപിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ തിരുനാമത്തിലൂടെ നമുക്ക് ആധ്യാത്മിക ഉന്നതി കൈവരിച്ച് നമുക്ക് നമ്മളുടെ ഭഗവത് ധാമത്തിൽ എത്തിച്ചേരാനുള്ള ഒരു വഴിയാണ് ഇത്. അപ്പൊ ഈ ഭൗതിക ലോകത്തിൽ വന്ന് ജനിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും കർത്തവ്യമാണ് എന്ത്? ഭഗവാന്റെ തിരുനാമം ജപിക്കുക എന്നത്. അപ്പൊ ആ ഒരു ബോധത്തോടെ വേണം നമ്മൾ തിരുനാമം ജപിക്കാനായിട്ട്. അപ്പൊ അതില് നമ്മൾ നാമം ജപിക്കുമ്പോൾ അല്ലെങ്കിൽ ഭഗവാന് സേവനം ചെയ്യുമ്പോൾ ഈ സേവനം കൊണ്ട് എനിക്ക് ഗോലോകത്തിൽ പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുമോ, ഭൗതികമായിട്ടുള്ള ഉയർച്ച കൈവരിക്കാൻ സാധിക്കുമോ, ഇങ്ങനെയുള്ള ചിന്തകളോടെ നമ്മൾ നാമം ജപിക്കുകയും സേവനത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ നാമജപം കൊണ്ടോ അല്ലെങ്കിൽ ആ സേവനം കൊണ്ടോ നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ആ ഫലത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടി മാത്രം നമ്മളുടെ ഭക്തിയുടെ സേവനവും തിരുനാമം ജപവും ഒക്കെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഹൃദയം ശുദ്ധമാകും. അപ്പം നമ്മളുടെ അവബോധം ശുദ്ധമാകും. നമുക്ക് നമ്മളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാന് നമുക്ക് സാധിക്കുകയും ചെയ്യും. സാധാരണ യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് നിരുദ്ദേശപരമായിരിക്കണം. അതായത് യാതൊരു ഉദ്ദേശ ലക്ഷ്യങ്ങളും ഇല്ലാതെ വേണം നമ്മൾ യജ്ഞങ്ങള് ചെയ്യാനായിട്ട്. കാരണം ശാസ്ത്രങ്ങളിൽ അത് പറയുന്നുണ്ട്. അപ്പൊ ശാസ്ത്രങ്ങളിൽ പറയുന്ന രീതിക്ക് വേണം നമ്മൾ ചെയ്യാനായിട്ട്.
അപ്പൊ സാത്വിക ഭാവത്തോടെ നമ്മൾ യജ്ഞം ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഹൃദയം ശുദ്ധമാകുകയാണ് ചെയ്യുക. അല്ലാതെ നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടോ ഒന്നും നമ്മൾ യജ്ഞങ്ങൾ ചെയ്യാൻ പാടില്ല എന്നിവിടെ പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്താലും അത് ഭഗവാനെ മുൻനിർത്തി ചെയ്യുക, ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഒരു കർത്തവ്യം എന്ന നിലയിലാവണം യജ്ഞാനുഷ്ഠാനം. ഉദാഹരണമായി ക്ഷേത്രങ്ങളിലും പള്ളികളിലും നടത്തുന്ന ചടങ്ങുകൾ തന്നെ എടുക്കാം. ഭൗതിക നേട്ടങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അനുഷ്ഠാനങ്ങൾ എന്ന് കാണാം. ഇതൊന്നും സാത്വികമായിട്ടുള്ള പ്രവൃത്തികളല്ല. നമ്മൾ അമ്പലത്തിലോ ഒക്കെ പോകുന്നത് നമ്മളെ ഭഗവാന്റെ മുന്നിൽ കുറെ ലിസ്റ്റ് ഉണ്ടാവും അല്ലെ? നമ്മളുടെ എന്തൊക്കെ കാര്യങ്ങൾ സാധിക്കണോ അതെല്ലാം ഒരു നീണ്ട ലിസ്റ്റുമായിട്ടാണ് നമ്മൾ പോകുന്നത് ഭഗവാന്റെ മുന്നിൽ. അങ്ങനെയല്ല നമ്മൾ പോകേണ്ടത്. നമ്മള് ക്ഷേത്ര ആരാധന എന്ന് പറയുന്നത് നമ്മളുടെ ആധ്യാത്മികമായിട്ട് നമ്മള് ഉയരണം എങ്കിൽ മാത്രമേ ആ ക്ഷേത്ര ആരാധന കൊണ്ട് ആ ക്ഷേത്ര ദർശനം കൊണ്ടുള്ള പ്രയോജനം നമുക്ക് കിട്ടുള്ളൂ. ഈശ്വരാരാധനയ്ക്ക് വേണ്ടി മാത്രം അമ്പലങ്ങളിൽ പോകേണ്ടതില്ല എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ നമ്മളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് തരാനുള്ള ഒരു നമ്മുടെ ഓർഡർലി ആയിട്ടാണ് നമ്മളൊക്കെ ഭഗവാനെ കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല വേണ്ടുന്നത്. നമ്മള് ഭഗവാനെ ആരാധിക്കുക, മറ്റു ഉദ്ദേശങ്ങളിലോട്ട് അല്ലെങ്കിൽ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടോ അല്ല നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകേണ്ടത്. അപ്പൊ ഭഗവാനെ പൂജിക്കുന്നതിന് വേണ്ടി മാത്രമാവണം ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സാത്വികമായിട്ടുള്ള ആ തലത്തിലേക്ക് ഉയരാന് നമുക്ക് സാധിക്കും. അത് ശാസ്ത്ര നിർദ്ദേശങ്ങളെ അനുസരിച്ചിട്ട് വേണം ഭഗവത് ആരാധന നടത്താനായിട്ട്. അഭിസന്ധായതു ഫലം ദംഭാർത്ഥമപി ചൈവ യത് യുജ്യതേ ഭരതശ്രേഷ്ഠ തം യജ്ഞം വിദ്ധി രാജസം. ഇനി രാജസികമായിട്ടുള്ള യജ്ഞത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പ് രാജസ സ്വഭാവത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ദംഭം, ദർഭം ഇതൊക്കെയാണ് രാജസ സ്വഭാവമുള്ളവരുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. അവരിലെ ഒരു ഗുണങ്ങളും ഇല്ലെങ്കിലും അവരുടെ ഉള്ളിൽ അവര് സദ്ഗുണങ്ങളുടെ വിളനിലമാണെന്ന് സ്വയം അവര് പ്രകടിപ്പിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ ആളാകാൻ ശ്രമിക്കും. എങ്ങനെയുള്ളവര്? രാജസ സ്വഭാവമുള്ളവര്. തന്നിലില്ലാത്ത ഗുണമുണ്ടെന്ന് കാട്ടി അത് മറ്റുള്ളവരുടെ മുന്നിൽ അത് അഭിനയിച്ചിട്ട് മറ്റുള്ളവരുടെ ബഹുമാനവും ശ്രദ്ധയും ഒക്കെ നേടിയെടുക്കുന്നവരാണ് രാജസീയ സ്വഭാവക്കാർ. അപ്പം അവര് ചെയ്യുന്ന യജ്ഞങ്ങൾ എങ്ങനെയുള്ളതായിരിക്കും? അവരുടെ ആ ദംഭം, ദർപ്പം ഒക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവര് യജ്ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അവര് അതിൽ അല്പം പോലും അവർക്ക് അതുകൊണ്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്ന യജ്ഞങ്ങൾ കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല. അതായത് നമുക്ക് ആധ്യാത്മികമായിട്ട് നേട്ടം കൈവരിക്കാൻ അതുകൊണ്ട് സാധിക്കില്ല. അതായത് നമ്മുടെ ഉള്ളിനെ ഉണർത്തുന്ന തരത്തിലുള്ള യജ്ഞങ്ങളൊന്നും അല്ലാതെ അവരെത്രയൊക്കെ യജ്ഞങ്ങൾ നടത്തിയാലും അത് നമ്മളുടെ ഹൃദയത്തിൽ അത് തട്ടില്ല. നമുക്ക് ആധ്യാത്മികമായിട്ട് നമുക്ക് ഉയരാൻ സാധിക്കത്തില്ല. നമുക്ക് സാത്വികമായ നിലയിലേക്ക് നമ്മളെ അത് എത്തിക്കുകയും ചെയ്യില്ല. അത് സ്വർഗ ഉപരിലോകങ്ങളിൽ എത്തിച്ചേരുക, സ്വർഗീയ പ്രാപ്തി, അതുപോലെ തന്നെ ഇഹലോക ഭൗതിക ലോകത്തിലെ സുഖങ്ങൾ അനുഭവിക്കുക, ഇതൊക്കെ വേണ്ടിയിട്ടൊക്കെ യജ്ഞങ്ങളും മറ്റു ചടങ്ങുകളും ഒക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളാണ് രാജസങ്ങളായിട്ട് കണക്കാക്കുന്നത്. പക്ഷെ അവര് ചെയ്യുന്ന ഒരുപക്ഷെ എല്ലാം വിധി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടായിരിക്കാം അവർ ചെയ്യുന്നത്. പക്ഷെ അവരില് എന്തുണ്ട്? അതിന്റെ റിസൾട്ട് അവർ ആഗ്രഹിക്കും. ഉപരിലോകങ്ങളിൽ പോകണം, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവണം എന്നുള്ള ചിന്ത അവരുടെ ഉള്ളില് ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള യജ്ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഫലവും കിട്ടില്ല എന്നാണ് ഇവിടെ ശ്രീല പ്രഭുപാദര് പറയുന്നത്. വിധിഹീനമസൃഷ്ടാന്യം മന്ത്രഹീനമദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ. അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഫോളോ ചെയ്യാതെ, ശാസ്ത്രങ്ങളെ അനുസരിക്കാതെ, അതുപോലെ തന്നെ യജ്ഞങ്ങളിൽ മറ്റുള്ളവർക്ക് പ്രസാദം വിതരണം ചെയ്യാതെ, മന്ത്രം ഉച്ചരിക്കാതെ ഒക്കെ ചെയ്യുന്ന യജ്ഞങ്ങളാണ് താമസികമായിട്ടുള്ള യജ്ഞങ്ങൾ എന്ന് പറയുന്നത്. അതിൽ അവർക്ക് അല്പം പോലും, യജ്ഞം നടത്തുന്നവർക്ക് അതിൽ അല്പം പോലും അഭിരുചി ഉണ്ടാവില്ല, ശ്രദ്ധ ഉണ്ടാവില്ല. ആ യജ്ഞം ചെയ്യുന്നവർക്ക് അവര് ദക്ഷിണ കൊടുക്കില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ യജ്ഞം കൊണ്ട് ഒരു തരത്തിലുള്ള ഗുണവും ഉണ്ടാവില്ല, പകരം ദോഷമേ ഉണ്ടാവുള്ളൂ. അപ്പൊ വേദോക്ത വിധികൾ അനുസരിക്കാതെയും പ്രസാദ വിതരണം, മന്ത്രോച്ചാരണം, പൂജാരിക്ക് ദക്ഷിണ എന്നിവ കൂടാതെയും വിശ്വാസമില്ലാതെയും ചെയ്യപ്പെടുന്ന യജ്ഞം തമോ ഗുണത്തില് ഉള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു യജ്ഞം പൂർണ്ണമാവില്ല എന്നിവിടെ പ്രഭുപാദര് പറയുന്നുണ്ട്. അപ്പം
തമോ ഗുണികൾ അവിശ്വാസികളാണ്. അവർക്ക് ഭഗവാനിൽ ഒരു തരത്തിലും വിശ്വാസം ഉണ്ടാവില്ല. പക്ഷെ അവര് ധനം സമ്പാദിക്കാനായിട്ട് പ്രത്യേക കാര്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഞങ്ങൾ ചെയ്യുന്നത് അതില് അവർക്ക് വിശ്വാസമില്ല, പക്ഷെ കാര്യം സാധിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ്. അപ്പൊ ഇതൊക്കെയുള്ളത് വ്യാജമാണെന്നാണ് ഇവിടെ പറയുന്നത്. അത് ഇങ്ങനെയുള്ള ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്റെ ഉള്ളില് ആ സത്വഗുണം വർദ്ധിക്കുന്നതിന് പകരം ആസുര സ്വഭാവം വർദ്ധിച്ചു വരും. അത് തനിക്ക് ഉപകരിക്കില്ല, സമൂഹത്തിനും അത് ദോഷകരമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഭക്ഷണത്തെ കുറിച്ച് മനസ്സിലാക്കി, പിന്നെ യജ്ഞങ്ങളെ കുറിച്ച് മനസ്സിലാക്കി, പിന്നെ അടുത്തത് പറയുന്നത് എന്താണ്? തപശ്ചര്യ, ഓസ്ട്രിറ്റിയെ കുറിച്ചിട്ടാണ് ഇനിയുള്ള ശ്ലോകങ്ങളില് പറയുന്നത്. 14 മുതൽ 17 വരെയുള്ള ശ്ലോകങ്ങളില് 3 ഗുണങ്ങളിലുള്ള തപശ്ചര്യകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദേവദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യം അഹിംസാച ശാരീരം തപ ഉച്യത്തെ. അതായത് നമ്മളുടെ ആധ്യാത്മിക ഗുരുക്കന്മാരെ പൂജിക്കുക, ഭഗവാനെ ആരാധിക്കുക, അച്ഛനമ്മമാരെ ബഹുമാനിക്കുക, ഇതൊക്കെയാണ് സാത്വിക രീതിയിലുള്ള തപശ്ചര്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, ലളിതമായിട്ട് ജീവിക്കുക, ലാളിത്യം നമ്മളുടെ ഉള്ളില് വളർത്തിയെടുക്കുക, ഇതൊക്കെ സാത്വികമായിട്ടുള്ള ഓസ്ട്രിറ്റീസ് അല്ലെങ്കിൽ തപശ്ചര്യകളാണ്. പരമപുരുഷൻ, ബ്രാഹ്മണൻ, ആധ്യാത്മിക ആചാര്യൻ, മാതാപിതാക്കൾ തുടങ്ങിയ ഉന്നതർ എന്നിവരെ ആരാധിക്കൽ, ദേഹശുദ്ധി, ലാളിത്യം, ബ്രഹ്മചര്യം, അഹിംസ എന്നിവയെ ശാരീരികമായിട്ടുള്ള തപസ്സായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ തപസ് 3 തരത്തിലുണ്ട്. അത് ശാരീരികമായിട്ടുള്ളതുണ്ട്, മാനസികമായിട്ടുണ്ട്, പിന്നെ നമ്മുടെ വാക്കുകളിൽ കൂടിയുള്ള തപശ്ചര്യകളുണ്ട്. അപ്പൊ ഇപ്പൊ പറയുന്നത് ശാരീരികമായിട്ടുള്ള തപസ്സിനെ കുറിച്ചിട്ടാണ്. അപ്പൊ തപസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എപ്പോഴും പറയും തപശ്ചര്യ, ഓസ്ട്രിറ്റി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അതായത് നമുക്ക് ഇഷ്ടമില്ലെങ്കിലും ഇപ്പോൾ നമുക്കത് ഇഷ്ടമില്ല, പക്ഷെ ഭാവിയിൽ അത് നമുക്ക് ഗുണം ചെയ്യും. ഇപ്പൊ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നു, എത്ര പേർക്ക് അതിൽ പരിപൂർണമായിട്ട് താല്പര്യമുണ്ട്? മിക്കവർക്കും ഉണ്ടാവില്ല. അങ്ങനെ പ്രഭുപാദർ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. 16 മാല ദീക്ഷ എടുത്തവര് 16 മാല, ദീക്ഷയ്ക്ക് മുൻപ് 4 മാല, 8 മാല, അവനവന്റെ ആ സൗകര്യം അനുസരിച്ചിട്ട്, ഇഷ്ടത്തിനനുസരിച്ച്. പക്ഷെ ഒരു ഫിക്സഡ് ഇത്ര ഒരു ജപിച്ചിരിക്കണമെന്ന് നിയമമുണ്ട്. ദീക്ഷയ്ക്ക് ശേഷം 16 മാല ജപിക്കണമെന്ന് പ്രഭുപാദർ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ജപിക്കുന്നു. അതിൽ എത്ര പേർക്ക് 2-2.5 മണിക്കൂർ ഇരുന്നെങ്കിലേ 16 മാല തീർത്തും ജപിക്കാൻ സാധിക്കുകയുള്ളൂ? എത്ര പേര് പൂർണ്ണ മനസ്സോടെ അതിൽ ഏർപ്പെടുന്നുണ്ട്? അതുപോലെ വെളുപ്പിനെ എഴുന്നേൽക്കണം. എത്ര പേര് സ്വന്തം ഇഷ്ടത്താലെ എഴുന്നേൽക്കുന്നുണ്ട്? അപ്പൊ ഇഷ്ടമില്ലെങ്കിലും എഴുന്നേൽക്കും. കാരണം എന്താണ്? അത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ യമനിയമങ്ങളിലും ഉള്ളതാണ്. അപ്പൊ നമ്മൾ എഴുന്നേൽക്കും, നാമം ജപിക്കും. പക്ഷെ അതിന്റെ ഫലം ഇപ്പോഴാണോ നമുക്ക് കിട്ടുക? ഇല്ല, പിന്നീടാണ് നമ്മൾ അതിന്റെ ആ മഹത്വത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ആധ്യാത്മിക ഗുരുക്കന്മാരെ നമ്മൾ പൂജിക്കണം. അതുകൊണ്ടാണ് രാവിലെ എല്ലാ ഇസ്കോൺ സെന്ററുകളിലും അതുപോലെ നമ്മുടെ വീടുകളിലും നമ്മൾ ദീക്ഷ എടുത്തിട്ടുള്ളവരെ ഗുരുവിനെ പൂജിക്കാൻ നിർബന്ധമായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നീട് ബ്രാഹ്മണരെ നമ്മൾ ബഹുമാനിക്കണം, അച്ഛനമ്മമാരെ ബഹുമാനിക്കണം, അവരെ പൂജിക്കണം. ഇതൊക്കെ നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഉയർന്നതെന്ന് വെച്ചാൽ ഭക്തിമാർഗത്തില് നമ്മളെക്കാട്ടിൽ ഉയർന്നു നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ ബഹുമാനിക്കണം. അതുപോലെ നമ്മളുടെ ശരീരശുദ്ധി എന്ന് പറയുമ്പോൾ ആന്തരിക ശുദ്ധിയുണ്ട്, ബാഹ്യശുദ്ധിയുണ്ട്. ബാഹ്യശുദ്ധി കുളി കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും, വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. പക്ഷെ ആന്തരികമായിട്ടുള്ള ശുചി എന്ന് പറഞ്ഞാല് മനസ്സാ വാച കർമ്മണ നമ്മള് ശുദ്ധി പാലിക്കണം. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പിന്നെ മനസ്സുകൊണ്ടോ നമ്മൾ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു തരത്തിലുള്ള പ്രവൃത്തികളിലും നമ്മൾ ഏർപ്പെടാൻ പാടില്ല. അങ്ങനെയുള്ള ചിന്തകൾ നമ്മളുടെ ഉള്ളില് വരാൻ പാടില്ല. ഇതാണ് ആന്തരികമായിട്ടുള്ള ശുചിത്വം എന്ന് പറയുന്നത്. പിന്നെ ബ്രഹ്മചര്യം പാലിക്കണം. അതുപോലെ തന്നെ ലളിതമായിട്ടുള്ള ജീവിതം, അതുപോലെ അഹിംസ, ഇതെല്ലാം നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ പാലിച്ചെങ്കിലേ നമുക്ക് ആ സത്വഗുണത്തിൽ നിന്ന് ഉയർന്ന് വിശുദ്ധ സത്വത്തിൽ എത്തിച്ചേരാനേ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ആഹാരം, നിദ്ര, ഭയമൈഥുനം, ഇത് എല്ലാവർക്കും ഉണ്ട് ഇല്ലേ? എല്ലാ ജീവജാലങ്ങളും, നമ്മൾ 2 കാലുള്ള മൃഗങ്ങളും നമ്മളും ചെയ്യുന്നുണ്ട്, മറ്റു മൃഗങ്ങളും, എല്ലാ ജീവജാലങ്ങളും ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. കാരണം എന്താണ്?
നമുക്ക് ധർമ്മത്തെ തിരിച്ചറിയാനുള്ള സവിശേഷ ബുദ്ധിയുണ്ട്. ധർമ്മോഹി ദേശാം അധികോ വിശേഷോ ധർമ്മേന ഹീന പശുപർ സമാന. ആ ധർമ്മം അനുസരിച്ചിട്ട് ജീവിച്ചില്ലെങ്കിൽ നമ്മളും മൃഗങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല, ഇല്ലേ? അപ്പം നമ്മള് ധർമ്മം അനുസരിക്കുക, ഭാഗവത ധർമ്മം അനുസരിച്ചിട്ട് വേണം നമ്മളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ. അത് ഈ ഭൗതിക ലോകത്തിൽ വന്ന് ജനിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും കടമയാണത്. അപ്പം നമ്മള് ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ശുചിത്വം നമ്മളെ പാലിക്കണം. പെരുമാറ്റത്തിൽ ലാളിത്യം പുലർത്തണം. അതുപോലെ തന്നെ വേദപ്രകാരം അല്ലാത്ത ഒരു കർമ്മവും നമ്മൾ ചെയ്യാൻ പാടില്ല. മറ്റ് ഈശ്വരനെയും മറ്റ് ദേവന്മാരെയും വിശിഷ്ട ബ്രാഹ്മണരെയും ആധ്യാത്മിക ഗുരുവിനെയും മാതാപിതാക്കളെയും വേദജ്ഞാനമുള്ള വേദ പണ്ഡിതന്മാരെയും ഒക്കെ നമ്മൾ ബഹുമാനിക്കണം. അതുപോലെ തന്നെ ഭഗവാനെയും നമ്മളുടെ ആധ്യാത്മിക ഗുരുവിനെയും നമ്മൾ ദിവസവും പ്രണമിക്കണം. എത്ര പ്രാവശ്യം പറ്റുമോ അത്രയും പ്രാവശ്യം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഗുരു പ്രണാമ മന്ത്രം ഇതൊക്കെ, ഗുരുവഷ്ടകം ഇതൊക്കെ ചൊല്ലി നമ്മള് ഭഗവാനെയും ഗുരുവിനെയും ഒക്കെ നമ്മൾ പ്രണമിക്കാറുണ്ട്. പിന്നീട് നമ്മൾ ഭോഗ ഓഫർ ചെയ്യുമ്പം പ്രണാമം അർപ്പിക്കാറുണ്ട്. പിന്നെ സന്ധ്യാരതി സമയത്ത് പ്രണാമം അർപ്പിക്കാറുണ്ട്, ഇല്ലേ? അപ്പൊ എത്ര പ്രാവശ്യം പറ്റുമോ അത്രയും പ്രാവശ്യം നമ്മള് ഭഗവാനും നമ്മളുടെ ആധ്യാത്മിക ഗുരുവിനും പ്രണാമം അർപ്പിക്കുക. അത് നമ്മളെ ആധ്യാത്മികമായിട്ട് ഉയരാന് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ നമ്മളുടെ യമനിയമങ്ങളിൽ വരുന്നതാണ് അവിഹിത ലൈംഗിക ബന്ധം പാടില്ല. നമ്മൾ കഴിയുന്നതും വിവാഹിതരാണെങ്കിലും നമ്മളെ ബ്രഹ്മചര്യം പാലിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ വളരെയധികം ശ്രമിക്കണം. പിന്നീട് ഇതൊക്കെയാണ് ശാരീരികമായിട്ടുള്ള തപശ്ചര്യകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വ്രതങ്ങൾ അനുഷ്ഠിക്കണം. ഏകാദശി വ്രതം, ജന്മാഷ്ടമി, നമ്മളുടെ ആചാര്യന്മാരുടെ ആവിർഭാവ തിരോഭാവ ദിനങ്ങൾ, ഇതിലൊക്കെ നമ്മൾ ഉപവാസം അനുഷ്ഠിക്കണം. നമ്മൾ ഉപവാസം അനുഷ്ഠിക്കുന്നത് നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള ഉന്നതി കൈവരിക്കാൻ വേണ്ടി മാത്രമാവണം. അല്ലാതെ രാഷ്ട്രീയക്കാരൊക്കെ നിരാഹാര വ്രതം അനുഷ്ഠിക്കുന്നത് പോലെ നമ്മളുടെ ശരീരത്തിന് ക്ലേശങ്ങൾ കൊടുക്കുന്ന തരത്തിൽ നമ്മൾ വ്രതം അനുഷ്ഠിക്കാനേ പാടില്ല. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ജയത് സ്വാധ്യായ അഭ്യസനം ചെയ്വ വാഗ്മയം തപ ഉച്യതേ. ഇനിയും നമ്മളുടെ വാക്കുകൊണ്ടുള്ള തപസ്, അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. മറ്റുള്ളവർക്ക് മനഃപീഡ ഉണ്ടാക്കാത്തതും സത്യവും പ്രിയവും ഹിതകാരിയായതുമായിട്ടുള്ള വാക്കുകൾ ഉച്ചരിക്കാൻ നമ്മൾ പരിശീലിക്കണം. നമ്മളുടെ സംസാരം മറ്റുള്ളവർക്ക് ഹൃദ്യമാവണം. കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന തരത്തിൽ വേണം നമ്മൾ സംസാരിക്കാൻ. അല്ലാതെ മറ്റുള്ളവർക്ക് മുഷിച്ചിലുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ സത്യം തുറന്നു പറയാൻ നമ്മൾ പഠിക്കണം. അതുപോലെ നമുക്കറിയാം, നമ്മൾ ക്ലാസ്സുകൾ എടുക്കും, നമ്മൾ എന്തു പറഞ്ഞാലും അതിനെ നമുക്ക് എന്തിനെങ്കിലും ആധാരമാക്കിക്കൊണ്ടാണ്. ഒന്നെങ്കിൽ പ്രഭുപാദരുടെ ആ ലെക്ചറുകൾ കേട്ടിട്ട് പ്രഭുപാദരുടെ ആ ആശയങ്ങൾ കോട്ട് ചെയ്തുകൊണ്ടാവാം പറയുക. ഇല്ലെങ്കിൽ നമ്മൾ ഗീതയിൽ നിന്നോ ഭാഗവതത്തിൽ നിന്നോ ചൈതന്യ ചരിതാമൃതത്തിൽ നിന്നുള്ള ശ്ലോകങ്ങള് ഉദ്ധരിച്ചുകൊണ്ടാവും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുക, ഇല്ലേ? അതിലെല്ലാം എല്ലാവരും പറയുന്നുണ്ടാവും. അപ്പൊ ഇത് പ്രഭുപാദര് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. അല്ലാണ്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മളുടെ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ട് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. പരമ്പര വഴിക്ക് നമുക്ക് എന്തറിവാണോ കിട്ടിയിരിക്കുന്നത് അത് അതേപടി തന്നെ വളച്ചൊടിക്കാതെ വേണം മറ്റുള്ളവർക്ക് നമുക്കത് പറഞ്ഞു കൊടുക്കാൻ. ഇപ്പൊ നമുക്കറിയാം, ശ്രീ ചൈതന്യ ചരിതാമൃതം എഴുതിയിരിക്കുന്നതില് നമ്മൾ വായിക്കുമ്പോൾ അതില് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഏതെല്ലാം ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അതിലെ ശ്ലോകങ്ങൾ കോട്ട് ചെയ്തിരിക്കുന്നത്. ഓരോന്നിന്റെ എഴുതിയിട്ടുണ്ട് ഇന്ന ബുക്കിൽ നിന്ന് എടുത്തതാണ് എന്ന ശ്ലോകത്തിന്റെ നമ്പർ വരെ കോട്ട് ചെയ്തിട്ടാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതൊക്കെ തെളിവുകളാണ്. അപ്പൊ തെളിവുകളെ മുൻനിർത്തി വേണം നമ്മൾ കൃഷ്ണാവബോധത്തിലെ എന്ത് കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. ഇതിനെയാണ് വാക്പരമായിട്ടുള്ള തപസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സത്യം പ്രിയം എന്ന് പറയുന്നുണ്ട്. സ്വാധ്യായം, അഭ്യസനം, ഇതെല്ലാം. സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി പറയുന്നതാണ് സത്യം എന്ന് പറയുന്നത്. പ്രിയം എന്ന് പറഞ്ഞാല് മറ്റുള്ളവര് നമ്മളുടെ സംസാരം കേൾക്കാൻ ഇഷ്ടപ്പെടണം. മറ്റുള്ളവർക്ക് ഹിതകരമായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. ഹിതം എന്ന് പറഞ്ഞാല് നമ്മളുടെ സംസാരം കൊണ്ട് ആ കേൾക്കുന്നവർക്കത് ഏതെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടാവണം എന്ന്, അങ്ങനെയുള്ള സംസാരമാണ് ഹിതകരമായിട്ടുള്ളത്. അതായത് മറ്റുള്ളവർക്ക് ഗുണകരമായിട്ടുള്ള, അവർക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനം നേടിക്കൊടുക്കുന്ന കാര്യങ്ങൾ വേണം നമ്മൾ സംസാരിക്കാൻ. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ സത്യമായിരിക്കണം, പ്രിയമായിരിക്കണം, ഹിതകരവുമായിരിക്കണം.
ഇത് ശ്രദ്ധിച്ച് വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. മറ്റുള്ളവരുടെ മനസ്സിൽ വ്യാകുലത ഉണ്ടാക്കുന്ന വിധം സംസാരിക്കരുത്. നമ്മളുടെ സംസാരം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു തരത്തിലും അവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കരുത്, ദുഃഖമുണ്ടാക്കരുത്. ഗുരു സംസാരിക്കുമ്പോൾ തന്റെ ശിഷ്യരെ ഉപദേശിക്കുന്നതിനായിട്ട് സത്യം പറയാം. പക്ഷെ അതേ ഗുരു തന്റെ ശിഷ്യരല്ലാത്തവരോട് ഇതേ രീതിയിൽ സംസാരിക്കാനേ പാടില്ല. തന്റെ ശിഷ്യരോട് ചിലപ്പോൾ അപ്രിയമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നേക്കാം. കാരണം തന്റെ ശിഷ്യരെ നേർവഴിയിലേക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പണ്ട് കാലത്തൊക്കെ, ഇപ്പം പടിയെടുക്കരുതെന്ന് നിയമമുണ്ട്, അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ നമ്മൾ ഇന്ന് അനുഭവിച്ചറിയുന്നുണ്ട്. പണ്ടൊക്കെ സ്കൂളില് അധ്യാപകരുടെ കയ്യിൽ വടിയുണ്ടാവും. ആ വടി കാണുമ്പോൾ നമുക്ക് പേടി വരും, ഇല്ലേ? അപ്പൊ എത്ര പഠിക്കാത്തവരായാലും തനിയെ പഠിക്കും. എന്തുകൊണ്ടാണ് അധ്യാപകരെ ശിക്ഷിക്കുന്നത്? അത് അവരുടെ ദേഷ്യം തീർക്കാനാണോ? അല്ല, തന്റെ കുട്ടി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി പാസ്സാകണമെന്നുള്ള ഒരു സതുദ്ദേശത്തോടെയാണ് ശിക്ഷിക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടി ഭാവി നല്ലതായിട്ട് വരികയും ചെയ്യും. പക്ഷെ ഇന്ന് അധ്യാപകർക്ക് സ്കൂളില് നിയമമുണ്ട്, വഴി തൊടാൻ പാടില്ല. അതുകൊണ്ടാണ് ഇന്ന് വളരെ ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് സ്കൂളുകളിൽ നടക്കുന്നത്. അതേ ആചാര്യന് തന്റെ ശിഷ്യരല്ലാത്തവരോട് അവരുടെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന വാക്കുകൾ പറയാൻ പാടില്ല. വാക്കിനെ സംബന്ധിച്ച തപസ്യയാണിത്. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ അനാവശ്യമായിട്ട് സംസാരിക്കാനേ പാടില്ല. അതാണ് മൗനം പാലിക്കുക എന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുക എന്നല്ല അർത്ഥം, ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. അതുപോലെ തന്നെ സംസാരിക്കുന്നത് ആധ്യാത്മിക കാര്യങ്ങൾ ആവണം. നിരർത്ഥകമായിട്ടുള്ള സംഭാഷണം പാടില്ല. താൻ പറയുന്നതിന് ഉപോദ്ബലകമായി ഉടനെ വൈദിക പ്രമാണത്തിൽ നിന്ന് ഉദ്ധരിക്കണം. ശാസ്ത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ശ്ലോകങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഗീതയിലെ ഇത്ര ശ്ലോകമാണ് അല്ലെങ്കിൽ ഭാഗവതത്തിൽ നിന്ന് എടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണം ശ്ലോകം കോട്ട് ചെയ്ത് പറയാനായിട്ട്. ഇങ്ങനെയുള്ള സംഭാഷണം മറ്റുള്ളവർക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാക്കുന്നതായിരിക്കണം. ഇത്തരം ചർച്ചകൾ പങ്കെടുക്കുന്നവർക്ക് വളരെയധികം അവർക്ക് ആത്മീയമായിട്ട് പുരോഗതി നേടാൻ ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ അവരെ സഹായിക്കും. അത് സമൂഹത്തിന്റെ ഉന്നതിക്ക് അത് ഗുണം ചെയ്യുകയും ചെയ്യും. ഇതാണ് വാക് സംബന്ധിയായിട്ടുള്ള തപസ്യ എന്ന് പറയുന്നത്. മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മവിനിഗ്രഹ ഭാവസംശുദ്ധ്യേതപോമാനസമുച്യതേ. മനഃപ്രസാദം, സൗമ്യത്വം, അതായത് മനസ്സിന് സന്തോഷം കൊടുക്കുന്നത്. സൗമ്യത്വം പറഞ്ഞാല് മൃദുലമായിട്ടുള്ള പെരുമാറ്റം, അതായത് കാപട്യമില്ലാതെ പെരുമാറുക. മൗനം, ആത്മവിനിഗ്രഹം, ആത്മനിയന്ത്രണം കൈവരിക്കുക. ഭാവസംശുദ്ധി പറഞ്ഞ സ്വഭാവശുദ്ധി. ഇതൊക്കെ മാനസികമായിട്ടുള്ള തപശ്ചര്യകളിൽ ഉൾപ്പെടുന്നതാണ്. ഇതൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യുന്നതാണ്. സംതൃപ്തി, സൗമ്യത, മൗനം, ആത്മസംയമനം, സ്വഭാവശുദ്ധി എന്നിവ മാനസികമായിട്ടുള്ള തപസ്സില് പെടുന്നതാണ്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും നമ്മളുടെ മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള മാനസികമായിട്ടുള്ള തപസ് എന്ന് പറയുന്നത്. അന്യർക്ക് നന്മ ചെയ്യേണ്ടതിനെ പറ്റി എപ്പോഴും ചിന്തിക്കാൻ മനസ്സിനെ പ്രേരിപ്പിക്കുക. ചിന്താ ഗൗരവമാണ് മനസ്സിന് ഉത്തമമായിട്ടുള്ള പരിശീലനം. പക്ഷെ കൃഷ്ണാവബോധത്തിൽ നിന്നും അല്പം പോലും പിന്നാക്കം പോകാന് പാടില്ല. ഇന്ദ്രിയങ്ങളെ അനാവശ്യമായിട്ട് പ്രീണിപ്പിക്കാൻ, ഉപദ്രവിക്കാന് പാടില്ല. അതുപോലെ നമ്മളുടെ സ്വഭാവം ശുദ്ധമാകണമെങ്കിൽ നമ്മൾ കൃഷ്ണാവബോധവാനായിരിക്കണം. ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് നമ്മളുടെ ചിന്തകളെ പുറകോട്ട് വലിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്തുണ്ടാവും, മനസ്സംതൃപ്തി കിട്ടുള്ളൂ. അപ്പം എത്ര ആണ്ട് ഇന്ദ്രിയപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു, അത്രയും നമ്മൾ ആധ്യാത്മികമായിട്ട് പുറകോട്ട് പോവുകയാണ് ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങളില് തരുന്ന, അതില് പ്രേരണ ചെലുത്തുന്ന ഒരു കാര്യങ്ങളിൽ നമ്മളുടെ ശ്രദ്ധയോ ബുദ്ധിയോ അതിലേക്ക് കൊണ്ടുവരാനേ പാടില്ല. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിലോ മനസ്സിന് അസംതൃപ്തി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ലെക്ചർ കേൾക്കുക, ഭാഗവതം, ഭഗവത്ഗീത മുതലായവ വായിക്കുക. ഒന്നുമില്ലെങ്കിൽ ചാൻഡിങ് ബാഗ് എടുത്ത് ചാൻഡിങ് ചെയ്യുക. അപ്പൊ നമ്മളുടെ ശ്രദ്ധ എപ്പോഴും സാത്വികമായിട്ട് നമ്മളുടെ അവബോധത്തെ നിലനിർത്താന് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ മഹാഭാരതം, ഭാഗവതം, ഇതിലൊക്കെ മറ്റും കഥകൾ ധാരാളമുണ്ട്. ഇതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി എടുക്കുക. ഇങ്ങനെ നമുക്ക് നമ്മളുടെ മനസ്സിനെ കാപട്യത്തിൽ നിന്ന് വിമുക്തമാക്കാന് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വൈഷ്ണവരെ പരദുഃഖ ദുഃഖി എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. മറ്റുള്ളവരുടെ ദുഃഖം നമ്മളുടെ ദുഃഖമായിട്ട് കണ്ട് നമ്മൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അവരെ
ആശ്വസിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുക. അല്ലാണ്ട് മറ്റുള്ളവരുടെ സങ്കടം കണ്ട് നമ്മൾ സന്തോഷിക്കുകയല്ല ചെയ്യുക. മൗനം എന്ന് പറഞ്ഞാലോ ആത്മസാക്ഷാത്കാരത്തിൽ തന്നെ മനസ്സുറപ്പിച്ച് നിർത്തുന്നതിനെയാണ് മൗനം. ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊന്നും സംസാരിക്കാതിരിക്കുക. ആത്മസംയമനം അഥവാ മനോനിയന്ത്രണം എന്നാൽ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കുക. അപ്പൊ ഒരു തപസ്വി, അതായത് ഒരു ഭക്തൻ തന്റെ പെരുമാറ്റങ്ങളില് ആർജവം ദീക്ഷിക്കണം. എങ്ങനെ നമ്മളുടെ ജീവിതത്തെ വിശുദ്ധമാക്കി എടുക്കാന് നമുക്ക് സാധിക്കും. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ മാനസികമായിട്ട് നമ്മൾ തപശ്ചര്യ അനുഷ്ഠിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാന് സാധിക്കും. ശ്രദ്ധയാ പരയാ തപ്തം തപസ്തത്രിവിധം നരേർ അഫലാകാംക്ഷിഭിർയുക്തൈർ സാത്വികം പരിചക്ഷതേ. അപ്പം ഈ പറഞ്ഞ 3 തരത്തിലുള്ള തപസ്സും ആധ്യാത്മിക വിശ്വാസത്തോടെയും നമ്മള് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ആഗ്രഹിക്കാതെയും ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടിയും അനുഷ്ഠിക്കുകയാണെങ്കിൽ ഇതാണ് സാത്വികമായിട്ടുള്ള തപശ്ചര്യ എന്ന് പറയുന്നത്. ഇത് ഭഗവാൻ എല്ലായിടത്തും പറയുന്നുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഒക്കെ പറയുന്നുണ്ട്. ഇത് നമ്മൾ എന്തു ചെയ്താലും അത് ഭഗവാനെ മുൻനിർത്തി ചെയ്യുക, ഭഗവാന്റെ സന്തോഷത്തിനായിട്ട് ചെയ്യുക. അല്ലാതെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി, ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ ഇതൊന്നും അനുഷ്ഠിക്കാനേ പാടില്ല. സത്കാരമാന പൂജാർത്ഥം തപോദംഭേന ചൈവ യത് ക്രിയതേ തദിഹ പ്രോക്തം രാജസം ചലമധ്രുവം. അതായത് സത്കാരമാന പൂജാർത്ഥം, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നമ്മളുടെ ഉള്ളില് നമുക്ക് ഒരു തരത്തിലുള്ള യോഗ്യത ഇല്ലെങ്കിലും നമ്മൾ എല്ലാ തരത്തിലും യോഗ്യത ഉള്ളവനാണ് എന്ന് കരുതി മറ്റുള്ളവരുടെ മുൻപില് നമ്മളുടെ ദർപ്പം കൊണ്ടൊക്കെ നമ്മളുടെ ആ ഗർവ് കൊണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ ആളാവാൻ നോക്കുക. അത് രാജസികമായിട്ടുള്ള തപശ്ചര്യയാണെന്നാണ് ഇവിടെ പറയുന്നത്. അന്യരിൽ നിന്ന് ബഹുമാനം നേടിയെടുക്കാൻ വേണ്ടി ചെയ്തു കൂട്ടുന്നതാണ്. അത് ലോകരെ കാണിക്കാൻ വേണ്ടിയും അത് അങ്ങനെ ചെയ്യുന്നതൊക്കെ എന്താണ് രാജസികമായിട്ടുള്ള തപസ്സാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം മറ്റുള്ളവരുടെ ബഹുമതി, ആരാധന ഇതൊക്കെ നേടിയെടുക്കാന് നമ്മളുടെ ഉള്ളിലെ അഹങ്കാരം, ദർപ്പം കൊണ്ട് ചെയ്യുന്ന തപസ്സുകളൊക്കെ രാജസികമാണ്. അതിനൊന്നും പ്രയോജനം കിട്ടില്ല. നമ്മള് അധപ്പതിക്കുകയുള്ളൂ. അതൊക്കെ ക്ഷണികമാണ്, അനിശ്ചിതവുമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടി ചെയ്യുക. മറ്റുള്ളവരെ ആകർഷിക്കാനും അങ്ങനെ അവരുടെ ആദരവും സഹായവും പിടിച്ചു പറ്റാനുമായി ചിലർ തപോവ്രതങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. രജോ ഗുണ പ്രധാനികൾ ആശ്രിതരെ കൊണ്ട് പൂജിപ്പിക്കുകയും കാൽ കഴിക്കുകയും അവരിൽ നിന്ന് ധനം വാങ്ങുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ തപ അനുഷ്ഠാനങ്ങളാണെന്ന പേര് മാത്രമേ ഉള്ളൂ. അതിന്റെ മറവില് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് രാജസികമായിട്ടുള്ള പ്രവൃത്തികളാണ്. അങ്ങനെയുള്ളത് കൊണ്ടൊന്നും നമുക്ക് ഫലം കിട്ടില്ല. നമ്മളുടെ ഹൃദയം ശുദ്ധമാവില്ല. നമുക്ക് ആത്മീയമായിട്ടുള്ള ആനന്ദം അനുഭവിക്കാനും നമുക്ക് സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും നമ്മളുടെ ഉള്ളില് സന്തോഷം നേടുന്ന പ്രവൃത്തികളായിരിക്കണം. നമുക്കൊരു സംതൃപ്തി കിട്ടണം. ആധ്യാത്മികമായിട്ടൊരു സംതൃപ്തി നമ്മളുടെ ഉള്ളില് ഫീൽ ചെയ്യണം. അങ്ങനെയുള്ള പ്രവൃത്തികൾ മാത്രമേ നമ്മൾ ചെയ്യാനേ പാടുള്ളൂ. മൂഢഗ്രാഹേണാത്മനോ യത്പീഡയാ ക്രിയതേ തപഃ പരസ്യോത്സാദനാർത്ഥം വാ തത്താമസമുദാഹൃതം. അതായത് നമ്മളുടെ മൂഢബുദ്ധി കൊണ്ട് പീഡനത്തോടുകൂടി മറ്റുള്ളവർക്ക് ദോഷം വരത്തക്ക രീതിയിൽ അവർക്ക് അനിഷ്ടം സംഭവിക്കാൻ വേണ്ടിയോ നമ്മൾ തപശ്ചര്യകൾ ചെയ്യുകയാണെങ്കിൽ അത് താമസികമാണ്. അതായത് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ അത് നമുക്കും ദോഷമാണ്, മറ്റുള്ളവർക്കും സമൂഹത്തിനും ഒക്കെ ദോഷമായിട്ട് തീരും. നമുക്കറിയാം രാവണൻ ഇല്ലേ, ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, ഇവരൊക്കെ അവർക്കും നാശമുണ്ടാക്കി, മറ്റുള്ളവർക്കും സമൂഹത്തിനും കൂടി അവര് ദോഷമുണ്ടാക്കി വെച്ചു. കാരണം ഒരിക്കലും നടപ്പാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ് അവര് തപശ്ചര്യകൾ അനുഷ്ഠിച്ചത്. മൂഢബുദ്ധി മൂലം സ്വയം പീഡനം അനുഭവിച്ചോ അന്യരെ പരിക്കേൽപ്പിക്കാനോ നശിപ്പിക്കാനോ ഉദ്ദേശിച്ചോ ചെയ്യപ്പെടുന്ന തപസ് തമോ ഗുണപ്രധാനമാണ്. അതായത് നമ്മളും കഷ്ടതകൾ സഹിക്കുക, മറ്റുള്ളവർക്കും കഷ്ടതകൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരെ ദ്രോഹിക്കുക, സ്വയം നമുക്കും ദ്രോഹം ഉണ്ടാകുക. ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവര് താമസികമായിട്ടുള്ള ആ തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നവരാണ്. ഹിരണ്യകശിപുവിനെ പോലുള്ള അസുരന്മാർ അനശ്വരത നേടാനും ദേവന്മാരെ ഹിംസിക്കാനും വേണ്ടി അനുഷ്ഠിച്ച വിഡ്ഢിത്തമാർന്ന കഠിന വ്രതങ്ങൾ പ്രസിദ്ധങ്ങളാണ്.
ഹിരണ്യകശിപു ഈ വരങ്ങൾക്കായി ബ്രഹ്മാവിനോട് യാചിച്ചു. വരം നേടിയെങ്കിൽ ഒടുവിൽ ഭഗവാൻ അയാളെ വധിക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ വെച്ചും കൊണ്ട് ബ്രഹ്മാവിനെ സമീപിക്കും. ബ്രഹ്മാവ് പാപം കഷ്ടത്തിലാകും. വരം കൊടുക്കാമെന്ന് വാക്കു കൊടുക്കുകയും ചെയ്യും. പക്ഷെ കേട്ട് കഴിയുമ്പോഴാണ് അറിയുന്നത് ഇത് തന്നെ കൊണ്ട് സാധിക്കില്ല എന്ന്. അത് പിന്നീട് ഭഗവാന്റെ പണിയാണ് വരം ആഗ്രഹങ്ങൾ നടപ്പിലാക്കുക. അതിനായിട്ട് ഭഗവാൻ പ്രത്യേക രൂപങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നു. അസാധ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി കഠിന വ്രതങ്ങളിൽ ഏർപ്പെടുന്നവർ തമോ ഗുണ സ്വഭാവികളാണെന്ന് ഇവിടെ ശ്രീല പ്രഭുപാദൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം ഇനി ഇപ്പൊ നമ്മൾ 3 തരത്തിലുള്ള തപശ്ചര്യ ഓസ്റ്ററിറ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ദാനത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദാനവും 3 തരത്തിലുണ്ട്. ദാതവ്യമിതി ദാനം ദീയതേ അനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം. അതായത് സാത്വികമായിട്ടുള്ള ദാനത്തെ കുറിച്ചിട്ടാണ് ഇവിടെ ആദ്യം പറയുന്നത്. ദാനം ചെയ്യേണ്ടത് ഇതെന്റെ കർത്തവ്യമാണ്. ദാനം കൊടുക്കേണ്ടത് നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും അമിതമായിട്ടുണ്ടെങ്കിൽ അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കുക. നമ്മൾ കൊടുക്കുന്ന ദാനം കൊണ്ട് അത് വാങ്ങിക്കുന്നവർക്ക് ഗുണമുണ്ടാവണം. അതുകൊണ്ട് അവരെ ഗുണകരമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടണം. എങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന ദാനം കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിലോ അത് നമുക്ക് തന്നെ ദോഷമായിട്ട് വരികയാണ് ചെയ്യുക. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് വെച്ചിട്ട് ശരിയായിട്ടുള്ള വ്യക്തികൾക്ക് വേണം ദാനം കൊടുക്കാൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ദാനം കൊണ്ട് ഗുണം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള ദാനത്തെയാണ് വേദങ്ങളിലും സ്മൃതികളിലും ഒക്കെ പറയുന്നത്. അതാണ് സാത്വികമായിട്ടുള്ള ദാനം എന്ന് പറയുന്നത്. കർത്തവ്യം എന്ന ബോധത്തോടെയും പ്രതിഫലേച്ഛ കൂടാതെയും ഉചിതമായ സ്ഥലത്ത് വെച്ച് വേണ്ടുന്ന കാലത്ത് അർഹിക്കുന്ന വ്യക്തിക്ക് ചെയ്യപ്പെടുന്ന ദാനം സാത്വികമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് എന്റെ കടമയാണ് ദാനം കൊടുക്കുക എന്ന് മനസ്സിലാക്കി അല്ലാണ്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഇത് ഇരട്ടിയായിട്ട് എനിക്ക് തിരിച്ചു കിട്ടും എന്ന് വിചാരിച്ചു പോയെങ്കിൽ നമ്മൾ ദാനം കൊടുത്താൽ ഫലമില്ലാതെ വരും. പ്രതിഫലേച്ഛ കൂടാതെയും അതുപോലെ തന്നെ ഉചിതമായ സ്ഥലത്ത് വെച്ച് വേണ്ടുന്ന കാലത്ത് അർഹിക്കുന്ന വ്യക്തിക്ക് ചെയ്യപ്പെടുന്ന ദാനം സാത്വികമാണ്. അപ്പൊ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നമ്മൾ ദാനം കൊടുക്കുകയാണെങ്കിൽ അത് നമ്മളെയും ആധ്യാത്മികമായിട്ട് ഉയർത്താൻ അത് സഹായിക്കും. അതുകൊണ്ടാണ് പറയുന്നത് കൃഷ്ണാവബോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ദാനം കൊടുക്കണം. വൈഷ്ണവർക്ക് ദാനം കൊടുക്കണം. അവരത് ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. സ്വന്തം കാര്യങ്ങൾക്കായിട്ട് ഒരിക്കലും അവര് എടുക്കില്ല. അതുപോലെ അത് നമ്മളുടെ ആത്മീയ പുരോഗതിക്ക് സഹായിക്കുകയും ചെയ്യും. പുണ്യസ്ഥലങ്ങളിൽ വെച്ചിട്ട് സൂര്യചന്ദ്ര ഗ്രഹണ മുഹൂർത്തങ്ങളുടെ മാസാന്ത്യത്തില് ഒരു വിശിഷ്ട ബ്രാഹ്മണന് വൈഷ്ണവനൊക്കെ ദാനം ചെയ്യണം. ക്ഷേത്രങ്ങളിൽ വെച്ചിട്ടും ദാനം ചെയ്യാം. അത് നമുക്ക് സൽഫലത്തെ തരുന്നതാണ്. പക്ഷെ ഒരിക്കലും ദാനം ചെയ്യുമ്പോൾ എനിക്ക് തിരിച്ചു കിട്ടും അല്ലെങ്കിൽ ഇന്ന തരത്തിലുള്ള പ്രയോജനം ഉണ്ടാവും എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മളത് കൊടുക്കാന് പാടില്ല. അതുപോലെ തന്നെ പാവങ്ങൾക്ക് നമ്മൾ ദയ തോന്നി കൊടുക്കണം. പക്ഷെ അവരത് വാങ്ങിക്കാൻ അർഹതയുള്ളവരും ആവണം. ഇല്ലെങ്കിൽ അത് നമുക്ക് തിരിച്ചടിക്കും, നമുക്കത് ദോഷമായിട്ട് വരും. വിവേചനമില്ലാത്ത ഔദാര്യത്തെ വൈദിക ഗ്രന്ഥങ്ങൾ അനുകൂലിക്കുന്നില്ല. യത്തു പ്രത്യുപകാരാർത്ഥം ഫലമുദ്ദിശ്യ വാ പുനഃ ദീയതേച്ച പരിക്ലിഷ്ടം തദ്ദാനം രാജസംസ്മൃതം. ഏതെങ്കിലും ഫലം ഉദ്ദേശിച്ചുകൊണ്ടോ പ്രത്യുപകാരം പ്രതീക്ഷിച്ചോ പൂർണ്ണസമ്മതമില്ലാതെയോ നൽകപ്പെടുന്ന ദാനം രാജസമാണ്. അതായത് കാര്യം സാധിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി ദാനം കൊടുക്കുക. അങ്ങനെയുള്ള ദാനം എന്ന് പറയുന്നത് രാജസികമായിട്ടുള്ള ദാനമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമില്ലാതെ ഒരാൾ പറഞ്ഞു കൊടുക്കാൻ, നമുക്ക് ഇഷ്ടമില്ല കൊടുക്കാൻ, പക്ഷെ ഇഷ്ടമില്ലാതെ നമ്മൾ കൊടുക്കുക, അതുകൊണ്ട് നമുക്ക് ഗുണം കിട്ടില്ല. അതുപോലെ തന്നെ ഉപരിലോകങ്ങളിലേക്ക് പോകാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ദാനം ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ദാനം കൊണ്ടും പ്രയോജനമില്ല എന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ ചിലര് ധാരാളം പൈസ ഈ സാമൂഹിക പ്രവർത്തനങ്ങൾക്കായിട്ടൊക്കെ ചെലവഴിക്കും. പക്ഷെ പിന്നീട് വിചാരിക്കും എത്രയും കൊടുക്കണ്ടായിരുന്നു, മണ്ടത്തരമായി പോയി എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പം അതൊക്കെ എന്താണ്? രാജസികമായിട്ടുള്ള ദാനമാണ്. ആ ദാനം കൊണ്ട് ഗുണം കിട്ടില്ല. ഇന്ദ്രിയ സുഖഭോഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകൾക്ക് ദാനം ചെയ്യുന്ന നിരവധി ധർമ്മസ്ഥാപനങ്ങളുണ്ട്. ഇത്തരം ദാനങ്ങള് ശാസ്ത്ര സമ്മതമല്ല. സാത്വികമായിട്ടുള്ള ദാനം മാത്രമേ വേദങ്ങളില് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദര് നമ്മളോട് നിഷ്കർഷിച്ചിരിക്കുന്നത് വൈഷ്ണവർക്ക് ദാനം ചെയ്യുക,
ടെമ്പിളിലേക്ക് ദാനം ചെയ്യുക. അപ്പൊ അത് വരുമ്പോൾ അത് ഭഗവാന്റെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ടെമ്പിളിന്റെ ആവശ്യത്തിനായിട്ട് അത് വിനിയോഗിക്കൂ. ഒരു തരത്തിലും ആ പൈസ ദുർവിനിയോഗം ചെയ്യില്ല. അദേശകാലേ യദ്ദാനം അപാത്രേഭ്യശ്ച ദീയത്തെ അസത്കൃതം അവജ്ഞാതം തത്താമസമുദാഹൃതം. അപ്പൊ ഉചിതമല്ലാത്ത കാലത്ത് അവിശുദ്ധമായ സ്ഥലത്ത് അനർഹരായവർക്കും നൽകപ്പെടുന്ന ദാനവും ആദരം കൂടാതെയോ അവജ്ഞയോടെയോ നൽകപ്പെടുന്നതും താമസമാണ് എന്ന് പറയപ്പെടുന്നു. അപ്പൊ നമ്മൾ ദാനം കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എവിടെ വെച്ചിട്ടാണ്, ആർക്കാണ്, ഏത് സമയത്താണ് ദാനം കൊടുക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കി കൊണ്ടുവേണം. അതായത് പാത്രം അറിഞ്ഞ് ദാനം ചെയ്യാവുള്ളൂ എന്നൊരു ചൊല്ലില്ലേ, അതനുസരിച്ചിട്ട് വേണം നമ്മൾ ദാനം ചെയ്യാൻ. അർഹതയില്ലാത്തവർക്ക് കൊടുത്താൽ അത് നമുക്ക് തിരിച്ചടിക്കുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, കേരളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല, ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വൃന്ദാവനൊക്കെ പോകുമ്പോൾ ധാരാളം പേര് കയറും ട്രെയിനിൽ. അതിലും നല്ല ആരോഗ്യമുള്ളവരുണ്ടാവും, പണിയെടുത്ത് ജീവിക്കാൻ ആരോഗ്യമുള്ളവരുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ളവർ നോക്കിയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. ഒരുവിധ ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കരുത്. കാരണം എന്താ, നമ്മൾ കൊടുക്കുന്ന പൈസ കൊണ്ട് അവർ ഏതെങ്കിലും മോശമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ആ പാപം നമുക്കും കിട്ടും. അതുകൊണ്ട് നിവൃത്തി ഉണ്ടെങ്കിൽ നമ്മൾ അത് ട്രെയിനിൽ കയറുമ്പോൾ കൊടുക്കാതിരിക്കുക. ആർക്കുമേ കൊടുക്കണ്ട. കൊടുക്കുകയാണെങ്കിൽ ഒരു തരത്തിലും ജീവിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലെന്ന് കാണുന്നവർക്ക് മാത്രമായിട്ട് കൊടുക്കുക. ഓം തത്സരിതി നിർദ്ദേശോ ബ്രഹ്മണസ്ത്രിവിധ സ്മൃതഃ ബ്രാഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാ പുരാ. ഇനി ഓം തത് സത് എന്ന് ഉച്ചരിച്ചുകൊണ്ട് വേണം നമ്മൾ എന്തും ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മള് ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ഓം നമോ ഭഗവതേ വാസുദേവായ പറയും, ഇല്ലേ? എന്തിനാണ് അത് ചൊല്ലുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊരു സേവനമാണ്, നമ്മള് സർവീസാണ് ഇത് ചെയ്യുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. പക്ഷെ അത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? അത് നമ്മൾക്ക് ഗുണം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, നമ്മളുടെ ഗുരുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സേവനം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്, ഇത് ഭഗവാന്റെ സന്തോഷത്തിനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓം നമോ ഭഗവതേ വാസുദേവായ ചൊല്ലുന്നത്. ചിലരെ ഓം തത് സത്ത് പറയും. ഇതൊക്കെ ഭഗവാന് സമർപ്പിക്കുന്നു, ഈ സേവനം ഭഗവാന് സമർപ്പിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെയും അതാണ് പറയുന്നത്, ഓം തത് സത് എന്ന് ഉച്ചരിച്ചുകൊണ്ട് വേണം നമ്മൾ എന്തും ചെയ്യാനായിട്ട്. ഇപ്പൊ സൃഷ്ടിയുടെ ആരംഭം മുതൽക്ക് പരമമായ നിരപേക്ഷ തത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന 3 വാക്കുകളാണ് ഓം തത് സത്. പ്രതീകാത്മകങ്ങളായ ഈ വാക്കുകൾ വേദോച്ചാരണത്തിലും യജ്ഞാനുഷ്ഠാനങ്ങളിലും ബ്രാഹ്മണർ പരമപുരുഷന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഉരുവിട്ട് പോന്നിരുന്നത്. അപ്പൊ പണ്ടുകാലം മുതൽക്കേ നമ്മളുടെ പൂർവികരെ ഈ 3 വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ടാണ് എന്ത് പ്രവൃത്തികളും ചെയ്തിരുന്നത്. അപ്പൊ അത് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ എന്ത് പ്രവൃത്തി ചെയ്താലും, മനസ്സാ വാച കർമ്മണ എന്ത് ചെയ്താലും അത് അവിടുത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് ഈ 3 വാക്കുകളുടെ അർത്ഥം. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളില് മറ്റു ചിന്തകൾ വരില്ല. ആധ്യാത്മിക ലാഭത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഭഗവാന്റെ നാമമാണ് ഓം തത് സത്. അത് ഭഗവാന്റെ നാമമാണ്. അത് സത്ത് എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓം തത് നമുക്കറിയാം, അത് ഭഗവാന്റെ ആണ്. ഓം അത് പ്രണവ മന്ത്രമാണ്. ആ ഊമ ഈ 3 അക്ഷരങ്ങൾ ചേരുന്നതാണ് ഓം എന്ന് പറയുന്നത്. യജ്ഞം, തപസ്, ദാനം, അന്നം എന്നിവ ഓരോന്നും സത്വരജസ്തമോ ഗുണങ്ങളെ മുൻനിർത്തി 3ആയി വിഭജിച്ചിട്ടുണ്ട്. ഏത് വകുപ്പിൽപ്പെട്ടതായാലും അവയ്ക്കെല്ലാം പരിമിതിയുണ്ട്. പ്രകൃതിയുടെ ഗുണദോഷങ്ങളാൽ മാലിന്യം പോണ്ടവയാണ് ഇവ 3. അപ്പൊ ഭഗവാനെ ലക്ഷ്യമാക്കി നമ്മൾ ഓം തത് സത് എന്ന് ഉച്ചരിച്ചുകൊണ്ട് അത് അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് പരിശുദ്ധമാകുകയാണ് ചെയ്യുക. നമ്മളുടെ ആധ്യാത്മിക ഉന്നതിക്ക് അത് സഹായിക്കുന്നു. വൈദിക ആജ്ഞകൾ ഇത്തരം ലക്ഷണത്തിന്റെ സൂചനകളുണ്ട്. നിരപേക്ഷ തത്വമായ ഭഗവാന്റെ സവിശേഷ നാമധേയമാണ് ഓം തത് സത്. വേദസൂക്തങ്ങളിലെ ഓം എന്ന വാക്ക് നമുക്ക് എവിടെയും കാണാൻ സാധിക്കും. അപ്പം നമ്മൾ ഈ വൈദിക നിയമങ്ങൾ അനുഷ്ഠിക്കാതെ നമ്മൾ യജ്ഞങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു തരത്തിലും അത് ഗുണം കിട്ടില്ല. ആ ഭഗവാന്റെ ആ നിരപേക്ഷ തലത്തിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ അവിടെ ഫലം കിട്ടുമായിരിക്കാം, പക്ഷെ ആ ഫലം താൽക്കാലികമാണ്. അതുകൊണ്ടൊരു ഗുണവും ആ വ്യക്തിക്ക് കിട്ടില്ല.
അപ്പം യജ്ഞം, ദാന, തപശ്ചര്യകൾ ഇതൊക്കെ അനുഷ്ഠിക്കുന്നത് സാത്വിക തലത്തിൽ നിന്നുകൊണ്ട് വേണം. അല്ലാതെ താമസ ഭാവത്തോടെയോ രാജസിക സ്വഭാവത്തോടെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഗുണത്തിന് പകരം ദോഷം ചെയ്യും, നമ്മള് അധപ്പതിക്കും. ചിലപ്പോൾ നമ്മള് ഓം തദ് വിഷ്ണു, നമ്മള് ശ്രീ വിഷ്ണു ഇതൊക്കെ പറയാറുണ്ട്. അപ്പൊ അതുപോലെ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം. ഇതൊന്നും ഉച്ചരിച്ചില്ലെങ്കിൽ നമ്മൾ ഹരേ കൃഷ്ണ പറഞ്ഞാലും പൂർണ്ണ ഫലം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ആരെ കണ്ടാലും ഹരേ കൃഷ്ണ പറയുക. നമ്മള് പ്രണമിക്കേണ്ടവര് നമ്മളെക്കാട്ടിൽ ഉയർന്ന തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡിവോട്ടീസ് ആണെങ്കിൽ നമ്മള് പ്രണാമം പറയും, നമസ്കരിക്കും ഹരേ കൃഷ്ണ പറഞ്ഞിട്ട്. ഇതൊക്കെ നമുക്ക് ആധ്യാത്മികമായിട്ട് നമ്മളെ ഉയരാന് നമ്മളെ സഹായിക്കും. ഇപ്പൊ വേദസൂക്തങ്ങളിൽ നിന്നെടുത്ത 3 വാക്യങ്ങൾ ഇവയാണ്. ഓം ഇത്യേതത് ബ്രഹ്മണോ നേദിഷ്ടം നാമഃ എന്നതാണ് പ്രഥമ ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നത്, ഓം സൂചിപ്പിക്കുന്നത്. തത്വമസി രണ്ടാം ലക്ഷ്യം, അതായത് സദ്യേവ സൗമ്യ, അത് മൂന്നാമത്തെ ലക്ഷ്യം. സദേവ സൗമ്യ പറഞ്ഞാല് സൗമ്യൻ ആരാണ്? വിഷ്ണു. അപ്പൊ ഇത് 3 ചേർന്നിട്ടാണ് ഓം തത് സത്ത് എന്ന് വരുന്നത്. അപ്പം ആദ്യത്തെ ജീവാത്മാവ് ബ്രഹ്മാവ് മുതലേ യജ്ഞങ്ങൾ അനുഷ്ഠിച്ചിരുന്നത് ഈ 3 വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ടാണ്. ഓം തത് സത്, അതായത് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് യജ്ഞം അനുഷ്ഠിക്കുന്നത്. പിന്നീട് അത് ബ്രഹ്മാവിനെ തുടർന്നുള്ള ശിഷ്യ പരമ്പരകളെല്ലാം അത് തന്നെ ആവർത്തിച്ചു, ഓം തത് സത്. അപ്പം നമ്മൾ എന്ത് ചെയ്താലും ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടി ചെയ്യുക, ഓം തത് സത് ഉച്ചരിച്ചുകൊണ്ട് ചെയ്യുക. ഇതാണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ യജ്ഞം, ദാനം, തപസ് എന്നിവ ഈ 3 വാക്കുകളോട് അനുഷ്ഠിക്കുന്നയാൾ കൃഷ്ണാവബോധ തലത്തില് സ്ഥിതി ചെയ്യുന്നവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആധ്യാത്മിക കർമ്മങ്ങളുടെ ശാസ്ത്രീയമായിട്ടുള്ള അനുഷ്ഠാനമാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ശരിയായ രീതിയിൽ കൃഷ്ണാവബോധത്തിൽ മുന്നേറുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആധ്യാത്മിക ലോകത്തിൽ എത്തിച്ചേരാന് നമുക്ക് സാധിക്കുന്നു. നമ്മളുടെ ഒരു തരത്തിലും നമ്മൾ താഴേക്ക് പോവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃഷ്ണാവബോധത്തില് ശരിയായ രീതിയിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. ഹരേ കൃഷ്ണ. നമ്മളുടെ സമയമായി. ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഈ ഓം തത് സത് അത് മഹാവിഷ്ണു ആണെന്നല്ലേ മാതാജി പറഞ്ഞു. പിന്നെ ഈ ശബരിമല ക്ഷേത്രത്തില് തത്വമസി തത്വമസി, അത് തത്വമസിയുടെ അർത്ഥം അത് നീയാകുന്നു. അത് എന്നുവെച്ചാൽ നമ്മളുടെ ഉള്ളില് സ്ഥിതി ചെയ്യുന്ന പരമാത്മാവിനെ ഉദ്ദേശിച്ചിട്ടാണ്. പക്ഷെ അതും അവര് തെറ്റിദ്ധരിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ ഞാനും ഈശ്വരൻ, നീയും ഈശ്വരൻ, അവിടെ ഇരിക്കുന്ന അയ്യപ്പൻ അത് ദേവനാണ്, അത് നമ്മളാണെന്നാണ് അവര് തെറ്റിദ്ധരിക്കുന്നത്. തത്വമസിയുടെ അർത്ഥം അത് നീയാവുന്നു എന്ന് വെച്ചാല് നമ്മളുടെ ഉള്ളിലെ പരമാത്മ ചൈതന്യമാണ് എന്നാണ്, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ അതിനെ തെറ്റിദ്ധരിച്ച ആൾക്കാര് ഞാനും ഈശ്വരൻ, നീയും ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിലാണ് അഹം ബ്രഹ്മാസ്മി, തത്വമസി എന്നൊക്കെയുള്ള വാക്കുകൾ അവര് ഉപയോഗിക്കുന്നത്. അത് അറിയാഞ്ഞിട്ടാണ്. വേദങ്ങളെ കുറിച്ച് ശരിയായിട്ടുള്ള ജ്ഞാനം ഉള്ളവര് അത് അങ്ങനെ ചിന്തിക്കില്ല, പറയുകയുമില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഇന്ന് ആധുനിക കാലഘട്ടങ്ങളില് മിക്ക വീടുകളിലും പിന്നെ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഫ്രിഡ്ജിൽ വെക്കുന്ന ഭക്ഷണ സാധനങ്ങളും അതുപോലെ പണ്ട് കാലങ്ങളില് എന്റെയൊക്കെ കൊച്ചുനാളില് വീടുകളിൽ ഭക്ഷണങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന, പിറ്റേ ദിവസത്തേക്ക് സൂക്ഷിച്ചു വെക്കുന്ന എങ്ങനെയെന്ന് വെച്ചാല് മൺപാത്രങ്ങളില് വലിയ ചട്ടികളിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് മൺകലങ്ങളിൽ ആഹാര സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുമായിരുന്നു. പിന്നെ കൂടാതെ അന്ന് ഈ ചിരട്ട തവിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ പോലെയുള്ള പിച്ചള തവികളോ സ്പൂണോ ഒന്നുമില്ലായിരുന്നു. ചിരട്ട തവികളൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ ഫ്രിഡ്ജിൽ വെക്കുന്ന ഭക്ഷണ സാധനങ്ങളും എങ്ങനെയാണോ ഇരിക്കുന്നത്, ഒരു ദിവസം 2 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങള് തമോ ഗുണത്തിലുള്ളവയാണ്. നമ്മള് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾക്ക് അപ്പോൾ കഴിക്കാവുന്ന തരത്തിൽ അളവിലേ നമ്മൾ ഉണ്ടാക്കാൻ പാടുള്ളൂ. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കാനേ പാടില്ല. അത് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകും. അത് തമോ ഗുണത്തിലുള്ള ഭക്ഷണമാണ്. പക്ഷെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ എല്ലാവരും ജോലിക്ക് പോകുന്നു. അപ്പൊ എല്ലാവരും ആ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒക്കെ ചെയ്തു വെക്കുന്നവരുണ്ട്. പക്ഷെ അത് പ്രത്യേകം നമ്മളുടെ വീടുകളില്
ജോലിക്ക് പോകണ്ടാത്തവരുണ്ടെങ്കിൽ അവര് പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യത്തിനുള്ള കൃത്യമായിട്ടുള്ള അളവില് ഭക്ഷണം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ബാക്കി വരുന്ന പ്രശ്നം വരില്ല. പിന്നെ പാല് ഇതൊക്കെ നമ്മൾ വാങ്ങിച്ച് സൂക്ഷിച്ചു വെക്കും. എന്ന് വെച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പെട്ടെന്നാണ് ഒരു ഹർത്താലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും കിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് സൂക്ഷിക്കുക എന്നുള്ളതല്ലാണ്ട് ഒരിക്കലും ഭക്ഷണ പദാർത്ഥങ്ങള് നമ്മൾ മിച്ചം വരത്തക്ക രീതിയിൽ നമ്മൾ ഉണ്ടാക്കാതിരിക്കുക. അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ പഴകിയ ഭക്ഷണങ്ങൾ വീണ്ടും വീണ്ടും ചൂടാക്കിയെടുത്ത് ഭക്ഷിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്നവയാണ്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. പണ്ടെന്ന് വെച്ചാൽ അന്ന് ഫ്രിഡ്ജൊന്നും ഇല്ല. അതായത് പഴങ്കഞ്ഞിയുടെ കാര്യം പറഞ്ഞത്, പഴഞ്ചോറ്, പഴങ്കഞ്ഞി ഇതൊക്കെ പണ്ട് കാലത്തുള്ളവര് വളരെ താല്പര്യത്തോടെ അവര് പറയുന്നത് ഞങ്ങൾക്ക് ആരോഗ്യം കിട്ടും ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് ഇന്നും പഴഞ്ചോറൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷെ അത് തമോ ഗുണത്തിൽപ്പെട്ട ഒരു ആഹാരമാണ്. അങ്ങനെ അത് കഴിക്കാൻ പാടില്ല. ഹരേ കൃഷ്ണ. അത് പ്രസാദമാണെങ്കിലും അത് തമോ ഗുണത്തിൽ പെടുമോ? അപ്പൊ ഹരേ കൃഷ്ണ. പ്രസാദമല്ല, പ്രസാദം വെച്ചിരുന്ന് കഴിക്കാം, അത് കുഴപ്പമില്ല. അത് പ്രഭാതൻ ഇവിടെ എടുത്തു പറയുന്നുണ്ട് പ്രസാദത്തിന്റെ കാര്യം. പ്രസാദം നമ്മൾ ബാക്കി വന്നു നമുക്ക് അടുത്ത ദിവസം ഉപയോഗിക്കാം. നമ്മൾ വൃന്ദാവനത്തിൽ പോകുന്നു, മായാപൂര് പോകുന്നു, പ്രസാദം കൊണ്ടുവരും. നമ്മൾ വീട്ടിൽ വെക്കാറുണ്ട്. വൈഷ്ണവര് വരുമ്പോ അവർക്ക് കൊടുക്കും പ്രസാദം. അതുപോലെ ചരണാമൃതം ഒക്കെ 2 ദിവസത്തിൽ കൂടുതൽ വെച്ച് വെക്കരുത്, അത് കേടുവരും. നമ്മൾ കാരണം പഴങ്ങളൊക്കെ ചേർത്തിട്ടാണ് ചരണാമൃതം ഉണ്ടാക്കുന്നത്, അത് കേടുവരും. 2 ദിവസം, അതിനപ്പുറം ചരണാമൃതവും വെക്കാൻ പറ്റില്ല. പക്ഷെ ഭഗവത് പ്രസാദം ഇപ്പൊ മായാപൂര്, വൃന്ദാവനം, പുരി ഇവിടെ നിന്ന് കൊണ്ടുവരുന്ന പ്രസാദമൊക്കെ നമ്മൾ കുറച്ച് ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ അത് കേടുവരില്ല.